ഗവൺമെന്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ ഒരുമ നടന്നു. അന്നും കുടിയും സകല വൃത്തികളും നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ വനത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയും ജനകീയ സമരങ്ങളെയും ഒക്കെ വിശേഷിപ്പിക്കാൻ ഇനിയും അധിക്ഷേപ വാക്കുകൾ ഉണ്ടാകും മന്ത്രി മണിയുടെ നിഘണ്ടുവിൽ. അതൊക്കെ കൈയൊടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഭക്തരുടെ ഫാൻസ് അസോസിയേഷനും ഉണ്ടാകും. ഈ വാമൊഴി വഴക്കത്തിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ് എന്നതാണ് പ്രശ്നം. വിയോജിക്കുന്നവരെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് മണിയും കൂട്ടരും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ്? വെള്ളൂക്കാരൻ സക്കറിയ ജോസഫിന്റെ കയ്യേറ്റങ്ങളെ തൊടുമ്പോൾ ഇവർക്ക് ഇത്ര പൊള്ളുന്നത് എന്താണ്? മറ്റാർക്കുമില്ലാത്ത വികാരങ്ങൾ വ്രണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കയ്യേറ്റക്കാർക്ക് കുടപിടിക്കാനാണോ മണിയുടെ ഈ ഉറഞ്ഞതുള്ളൽ? എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. റവന്യൂ ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞ് എം മണിയുടെ വാമൊഴി വഴക്കം വീണ്ടും. മാധ്യമപ്രവർത്തകർക്കും UDF നേതാക്കൾക്കുമെതിരെ ആക്ഷേപ വർഷം. ഇതിന്റെ മണ്ട കയറിയിരുന്ന് ഇളെ പോലെ ഏതെങ്കിലും ചെറ്റ ഞാൻ കിട്ടു പണിതാൽ ഞങ്ങളായിരുന്നും മടങ്ങുന്നില്ല. ടോം സക്കറിയക്കെതിരെ കേസെടുത്തത് അസംബന്ധമെന്നും മണി. സബ് കളക്ടർ വർഗീയവാദിയായ RSSകാരൻ, കളക്ടർ കഴിവുകെട്ടവനെന്നും ശകാരം. പൊമ്പിളെ ഒരുമായി സമരത്തെ പരാമർശിച്ച എം മണിയുടെ പ്രസംഗത്തെ ചൊല്ലി വൻ വിവാദം. വനിതകളെ അവഹേളിച്ച മണി കാലുപിടിച്ച് മാപ്പ് പറയണമെന്ന് ഒരുമൈ നേതാക്കൾ. മണിക്കെതിരെ മൂന്നാർ ടൗണിൽ തോട്ടം തൊഴിലാളികളുടെ പ്രക്ഷോഭം. അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ചെറുത്തു. മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് മണിയുടെ വിശദീകരണം. മണിയുടെ രാജി ആവശ്യപ്പെട്ട് UDF സമരത്തിന്. ഇടുക്കിയിൽ നാളെ NDA ഹർത്താൽ. പ്രസ്താവന ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി. വിഷയമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ ആളുമായിട്ടൊക്കെ സംസാരിക്കട്ടെ, എന്നിട്ടേ പറയാൻ പറ്റും. മണിയുടെ പരാമർശം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്ന് കോടിയേരി. വിമർശിച്ചു VS-ഉം AK ബാലനും. പ്രതിഷേധ പ്രസ്താവനയുമായി വനിതാ നേതാക്കൾ. DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ സെൻകുമാറിന്റെ ഹർജിയിൽ സുപ്രീം കോടതി വിധി നാളെ. ജസ്റ്റിസ് മദൻ B ലോക്കൂറിന്റെ വിധി സംസ്ഥാന സർക്കാരിന് നിർണായകം. കോഴിക്കോട് പള്ളിക്കണ്ടിയിൽ ട്രെയിനിടിച്ച അമ്മയും 3 കുട്ടികളും മരിച്ചു. ആത്മഹത്യയെന്ന് പോലീസ്. അമ്പലപ്പുഴയിൽ ദമ്പതികളെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഇടുക്കി ജില്ലാ ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ച് മന്ത്രി M മണി റിപ്പോർട്ടറോട്. ജില്ലാ കളക്ടർ കഴിവുകെട്ടവനാണ്. സബ് കളക്ടറെ മണി അസഭ്യവാക്ക് പറഞ്ഞ് അധിക്ഷേപിച്ചു. സബ് കളക്ടർ RSSകാരനായ വർഗീയവാദിയാണെന്ന് മണി ആക്ഷേപിച്ചു. ഒരുപാട് പേർ ജീവൻ കൊടുത്തുണ്ടായ സർക്കാരിനെ തകർക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് മൂന്നാർ സബ് കളക്ടർക്കെതിരെ മണി വീണ്ടും ആഞ്ഞടിച്ചത്. ഞങ്ങളെ കൊന്നു ശത്രുക്കൾ, എത്രയോ പേരെ കൊന്നു ഉണ്ടാക്കിയ ഗവൺമെന്റാ. ഇതിന്റെ മണ്ട കയറിയിരുന്ന് ഇളെ പോലെ ഏതെങ്കിലും ചെറ്റ ഞാൻ കിട്ടു പണിതാൽ ഞങ്ങളായിരുന്നും മടങ്ങുന്നില്ല. ജില്ലാ കളക്ടർ കഴിവുകേടിന്റെ പ്രതീകമാണ്. പാപ്പാത്തിച്ചോലയിലെ കുരിശ് ആവേശപൂർവ്വം പൊളിക്കാൻ ഹിന്ദുവർഗീയ ഫാഷിസ്റ്റുകൾക്ക് മാത്രമേ കഴിയൂ. ആവേശപൂർവ്വം അത് പൊളിക്കണമെങ്കിൽ, ആഘോഷപൂർവ്വം കാണണമെങ്കിൽ തനി ഹിന്ദുവർഗീയ ഫാസിസ്റ്റുകൾക്കല്ലാതെ ഇങ്ങനെ സന്തോഷിക്കാൻ കഴിയില്ല എന്ന് ഞാൻ കരുതുന്നു. സബ് കളക്ടർ അങ്ങനാണെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ടോം സക്കറിയുടെ പേരിൽ കയ്യേറ്റത്തിന് കേസെടുത്തതിനെയും മണി വിമർശിച്ചു. സ്കറിയാച്ചേട്ടൻ്റെ മകൻ്റെ വകയാണ് സ്ഥലമെന്നും പറഞ്ഞ് അയാളുടെ പേരിൽ കേസ് ചെയ്തിട്ട് പോലീസ് കേസെടുത്തിരിക്കുക. ഇത്രയും വിഡിതം ഇനി വേറൊന്നും പറയാനില്ല. കുരിശുവെച്ചതിനെ വിമർശിച്ച ചില ക്രൈസ്തവ പുരോഹിതരെയും മണി പരിഹസിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്, അയാളെ ഊളംപാറയ്ക്കയക്കണം. രമേശ് ചെന്നിത്തലയുടെ പശ്ചാത്തലവും RSSന്റേതാണെന്നും മണി റിപ്പോർട്ടറോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനോട് ആദരവ് നിലനിർത്തിക്കൊണ്ട് അങ്ങേര് വിഡ്ഢിയുടെ സ്വർഗത്തിലാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് അതൊക്കെ ഊളംപാറയ്ക്ക് അയക്കേണ്ടത് അയാളെയും അയാളുടെ നേതാക്കന്മാരെയാണ്. പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞ് ഓക്കാണ്ടയുടെ കൂട്ട് വർത്താനം പറയാൻ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ കൊടുക്കണം നിങ്ങൾ. ഹൈദരലി, റിപ്പോർട്ടർ, ഇടുക്കി. പൊമ്പിളെ ഒരുമായി സമരത്തെ പരാമർശിച്ച് M മണി നടത്തിയ പ്രസംഗത്തെ ചൊല്ലി വൻ വിവാദം. സമരത്തിൽ സകല വൃത്തികേടുകളും നടന്നെന്ന് മണി അടിമാലിയിൽ CPIM പരിപാടിയിൽ പ്രസംഗിച്ചിരുന്നു. മണിയുടെ പ്രസ്താവനയ്ക്കെതിരെ തോട്ടം തൊഴിലാളി സ്ത്രീകൾ രംഗത്ത് വന്നു. മണി രാജിവെച്ച് തെരുവിൽ വന്ന് കാല് പിടിച്ച് മാപ്പ് പറയും വരെ പ്രക്ഷോഭമെന്ന് പൊമ്പിളെ ഒരുമായി സമരനായിക ഗോമതി അഗസ്റ്റിൻ പറഞ്ഞു. അടിമാലി 20 ഏക്കറിൽ CPIM പരിപാടിയിലായിരുന്നു മന്ത്രി M മണിയുടെ പരാമർശങ്ങൾ. പൊമ്പിളയൊരുമൈ നടന്നു, സകല വൃത്തികേടുകളും നടന്നു. പൂച്ച പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ ഒരുമ നടന്നു. അന്നും കുടിയും സകല വൃത്തികളും നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ വനത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന്. മണിയുടെ പ്രസ്താവന വാർത്തയായതോടെ
തോട്ടം തൊഴിലാളി സ്ത്രീകളുടെ രോഷമിരമ്പി. പൊമ്പിളയൊരുമൈ പോരാട്ടത്തെ നയിച്ച ഗോമതി അഗസ്റ്റിൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചു. ബോണസിനും കൂലിക്കും വേണ്ടി വന്ന സ്ത്രീകൾ കുടിയും കൂത്താട്ടവുമായിരുന്നുവെന്നാണോ മണി കരുതുന്നതെന്ന് ഗോമതി അഗസ്റ്റിൻ ചോദിച്ചു. ദലിത് പെണ്ണുങ്ങൾക്ക് പോരാടാനാവില്ലേ? എം മണി തെരുവിൽ വന്ന് കാലുപിടിച്ച് മാപ്പ് പറയണമെന്നും ഗോമതി അഗസ്റ്റിൻ പറഞ്ഞു. റിപ്പോർട്ടർ ഇടുക്കി. പൊമ്പിള ഒരുമയുടെ സമരത്തിനെതിരെ എം മണി പറഞ്ഞത് ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മണിയോട് സംസാരിക്കട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊമ്പിള ഒരുമ എന്നത് നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയുടേതായ ഇടപെടലായിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും അധിക്ഷേപമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ ആളുമായിട്ടൊക്കെ സംസാരിക്കട്ടെ, എന്നിട്ടേ പറയാൻ പറ്റും. എം മണിയുടെ വിവാദ പരാമർശത്തെ തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത് അങ്ങേയറ്റം തെറ്റാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായതെന്ന് പരിശോധിക്കുമെന്നും കോടിയേരി പറഞ്ഞു. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിധത്തിലുള്ള പരാമർശങ്ങളാണ് എം മണി നടത്തിയതെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള പരാമർശങ്ങളാണ്. അത്തരം പരാമർശങ്ങളോട് പാർട്ടി യോജിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം ചർച്ച ചെയ്യും. എം മണിയുടെ പ്രസ്താവന ദുഃഖകരമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. മണിയുടെ പരാമർശങ്ങൾ ന്യായീകരിക്കാനാവില്ലെന്ന് CPIM നേതാവ് TN സീമ പറഞ്ഞു. വ്യംഗ്യാർത്ഥ പ്രയോഗങ്ങൾ ഒഴിവാക്കണം. മണിയുടേത് തെറ്റായ പ്രവൃത്തിയാണെന്ന് സാറ ജോസഫ് പറഞ്ഞു. മണിക്കെതിരെ പ്രക്ഷോഭമെന്ന് മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും പറഞ്ഞു. അങ്ങേയറ്റം ദുഃഖകരമായ പ്രസ്താവനയാണ് എം മണിയുടേതെന്നാണ് PK ശ്രീമതി പ്രതികരിച്ചത്. ഈ രൂപത്തിൽ സ്ത്രീകളെ വ്യംഗ്യാർത്ഥത്തോടുകൂടി മോശമായിട്ട് വിശേഷിപ്പിക്കുകയോ അധിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു കാരണവശാലും നീതീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇത്തരം പരാമർശങ്ങൾ ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്നും സ്ത്രീത്വത്തെക്കുറിച്ച് പറയുമ്പോൾ മിതത്വം പാലിക്കണമെന്നും TN സീമ പറഞ്ഞു. സ്ത്രീകളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കേണ്ടതാണ്, അതിനകത്തൊരു മര്യാദ പാലിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ വ്യംഗ്യാർത്ഥത്തോടു കൂടിയിട്ടുള്ള പ്രയോഗങ്ങൾ അത് സ്ത്രീകൾക്ക് അപമാനകരമാണ്. മന്ത്രിയുടേത് ഏറ്റവും തെറ്റായ പ്രവൃത്തിയാണെന്നാണ് സാറ ജോസഫ് പ്രതികരിച്ചത്. മന്ത്രി ചെയ്തിട്ടുള്ളത് ഏറ്റവും തെറ്റായ ഒരു സംഗതിയാണ്. തോട്ടം തൊഴിലാളി സ്ത്രീകളെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത് ഇതുപോലെ ഒരു പ്രസ്താവന ഒരു മന്ത്രി നടത്താൻ ധൈര്യപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എം മണി പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ട് പോകുന്നതുവരെ മഹിളാ കോൺഗ്രസ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നത് വരെ അല്ലെങ്കിൽ ഈ പ്രസ്താവനയിൽ നിന്ന് നിലപാടിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകുന്നത് വരെ ശക്തമായ സമരത്തിന് ഞങ്ങളും മുന്നോട്ടുണ്ടാകും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ ശ്രീ KN ബാലഗോപാൽ CPIM, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ്, ശ്രീ P പ്രസാദ് CPI, ശ്രീ ഹരീഷ് വാസുദേവൻ, ഒപ്പം CPIM നേതാവ് CS സുജാത ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ KN ബാലഗോപാൽ, ഇപ്പോൾ CPIMന്റെ അനുകൂലികൾ വിശദീകരിക്കുന്നത് സമരം നടത്തിയ ആളുകളെക്കുറിച്ചായിരുന്നില്ല, മറിച്ച് മാധ്യമപ്രവർത്തകരെക്കുറിച്ചായിരുന്നു. അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന് മണി പറഞ്ഞത് എന്ന്. മാധ്യമപ്രവർത്തകർ അവിടെ പോയതും പണിയെടുക്കാനാണല്ലോ. ഒരു കൂട്ടർ അവിടെ സമരം ചെയ്തത് സർക്കാരിനെ അട്ടിമറിക്കാനൊന്നുമല്ല, ജോലി കൂടുതൽ ചോദിച്ചാണ്. അപ്പോൾ ജോലി കൂടുതൽ ചോദിച്ച് സമരം ചെയ്യുന്നവരോടും അധ്വാനിക്കുന്നവരോടും ഒക്കെ ഉള്ള CPIM നേതാക്കളുടെ മനോഭാവം ഇതാണ് എന്ന് വ്യക്തമായില്ലേ? KN ബാലഗോപാലിനെ കേൾക്കാൻ സാധിക്കുന്നില്ല, അദ്ദേഹത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. ശ്രീമതി CS സുജാത, താങ്കൾക്ക് മറുപടി പറയാൻ കഴിയുമോ ആ ചോദ്യത്തിന്? തീർച്ചയായിട്ടും. അതായത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം മണിയുടെ പ്രസ്താവനയോട് ഒരു ശതമാനവും യോജിക്കുന്നില്ല. പെമ്പിള ഒരുമ സമരത്തെ വളരെ മോശമായ രൂപത്തിലാണ് അദ്ദേഹം ചിത്രീകരിച്ചായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഈ രൂപത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു മന്ത്രി പ്രതികരിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. പരിശോധിച്ച് ആവശ്യമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചു. അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ മെമ്പറാണ്. സെക്രട്ടേറിയറ്റ് പരിശോധിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഈ പ്രസ്താവനയോട് ഒരു തരത്തിലും യോജിക്കുന്നില്ല. ഇതിൽ ശ്രീമതി സുജാത, ഇത് ആദ്യമായിട്ടാണോ? അല്ലല്ലോ, എത്ര തവണ ഉണ്ടായി? ഒരു വനിതാ പോളിടെക്നിക് പ്രിൻസിപ്പാളിനെ കുറിച്ച് അധിക നാൾ മുമ്പൊന്നുമല്ല സമാനമായ തരത്തിൽ
ആക്ഷേപം ഉന്നയിച്ചത്. അവർ വാതിലടച്ച് വേറെയായിരുന്നു പണി എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഇത് ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഒരു തരത്തിലും ഇത് ചോദ്യം ചെയ്യപ്പെടാത്തത് കൊണ്ടല്ലേ? നിങ്ങളുടെ പാർട്ടിയിൽ സ്ത്രീ വിരുദ്ധമായ പ്രസ്താവനയോ നടപടിയോ ഉണ്ടായാൽ ചോദിക്കാനും പറയാനും ആരുമില്ല, അവിടെ അനുവദിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടല്ലേ ഇത്? ഒരിക്കലും അല്ല. പരാമർശത്തോട് യോജിക്കില്ല. ഞങ്ങളുടെ പാർട്ടി സ്ത്രീകളെ അങ്ങേ ബഹുമാനിക്കുന്ന പാർട്ടിയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് മുന്തിയ പരിഗണന കൊടുക്കുന്ന ഗവൺമെന്റാണ്. ബഡ്ജറ്റിലടക്കം 11.4% തുകയടക്കം നീക്കിവെച്ചുകൊണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും ന്യായമായ പരിഗണന നൽകി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് തന്നെയാണ്. ഈ ഗവൺമെന്റിന്റെ മുമ്പാകെ സ്ത്രീകളുടെ അവകാശങ്ങൾ യാതൊരു മടിയും കൂടാതെ മുന്നോട്ട് വെക്കുന്ന ആളുകൾ തന്നെയാണ് മഹിളാ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളടക്കമുള്ള ആളുകൾ. അതുപോലെ തന്നെ തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ധീരമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണല്ലോ. നിങ്ങൾക്കതെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സെക്രട്ടറിയും മഹിളാ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു തരത്തിലും ഇത്തരം പ്രസ്താവനയോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഇതിപ്പോ എത്രാമത്തെ തവണയാണ് ശ്രീമതി സുജാത നിങ്ങൾ ഇങ്ങനെ യോജിക്കാതിരുന്നിട്ട് എന്താണ് കാര്യം? എന്തുകൊണ്ടാണ് ഈ പാർട്ടിയുടെ നേതാക്കൾ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ നേതാവ് ആവർത്തിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത്? അദ്ദേഹം മന്ത്രിസഭയിൽ ഇരിക്കുമ്പോഴും പാർട്ടിക്കകത്ത് ഈ വിഷയത്തിൽ ഒരു നിയന്ത്രണ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ, മുൻപ് സമാനമായ ഒരു നടപടി ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു ശാസനയെങ്കിലും നേരിട്ടിരുന്നുവെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടുമായിരുന്നു. ഇന്ന് സംസ്ഥാനത്തെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകയ്ക്ക് തല ഉയർത്തി നടക്കാൻ കഴിയുന്നുണ്ടോ ഈ പരാമർശം കേട്ടതിന് ശേഷം? ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാക്കന്മാരായിട്ടുള്ള ഞങ്ങൾ എല്ലാവരും ഈ കാര്യത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സെക്രട്ടറിയും പ്രതികരിച്ചു കഴിഞ്ഞു. മറ്റു നേതാക്കന്മാർ പ്രതികരിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ വിശദമായിട്ടുള്ള പരിശോധന ഗവൺമെന്റ് നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനയോട് യോജിക്കാൻ കഴിയുന്നില്ല. സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഏത് സമയത്ത് നടത്തിയാലും അത് പ്രതിഷേധാർഹമാണ്. ഒരു ശതമാനം പോലും ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. സ്ത്രീകള് ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളായാലും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ന്യായമായിട്ടുള്ള സമരങ്ങളെ വളരെ ആദരവോടുകൂടി കാണുന്ന പ്രസ്ഥാനവുമാണ് CPIM. ശരി, തുടരുക ദയവായി. അത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നിലപാട്. ശ്രീ KN ബാലഗോപാൽ, ഇതിപ്പോ വിയോജിക്കുന്നവരോടൊക്കെ ഇതാണ് സമീപനം. സബ് കളക്ടർ അദ്ദേഹത്തിന്റെ ജോലി അവിടെ ചെയ്യുകയാണ്. അതിന് അദ്ദേഹം കേൾക്കാത്ത അധിക്ഷേപ വാക്കുകളില്ല. എല്ലാം ടെലിവിഷൻ ചർച്ചയിലൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അവ കേട്ടുകഴിഞ്ഞിരിക്കുന്നു ഒരു മന്ത്രിയുടെ വായിൽ നിന്ന്. അദ്ദേഹം വർഗീയവാദിയാണ്, സംഘപരിവാറിന്റെ കുഴലൂത്ത് നടത്തുകയാണ് എന്ന ആക്ഷേപം നേരിട്ടിരിക്കുന്നു. അവിടെ മാധ്യമപ്രവർത്തകർ പോകുന്നത് ജോലി ചെയ്യാനാണ്. അവരും ഇനി കേൾക്കാൻ യാതൊന്നും ബാക്കിയില്ല. അവിടെ സമരം ചെയ്ത വനിതാ തോട്ടം തൊഴിലാളികൾക്കും അവരെ അങ്ങനെ പറഞ്ഞു എന്ന് തോന്നിയിരിക്കുന്നു. അവരെ അല്ല പറഞ്ഞതെന്ന് ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. എങ്കിലും ഈ യുദ്ധം ആരോടാണ്? കേരളത്തിലെ ജനങ്ങളോടാണോ? ഈ ചർച്ചയിൽ ഇപ്പോൾ ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് CS സുജാത CPMന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം ഞങ്ങൾ 3-4 പേര് CPMന്റെ ആളുകൾ തന്നെ ചർച്ചയിൽ പങ്കെടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും CPMനെ അങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനെന്നുള്ള ശ്രമം വേണ്ട. ശ്രീ MM മണി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ചർച്ചയുടെ ആവശ്യമില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെന്നുള്ളതിനെ പറ്റി നോക്കി അവർ പരിശോധിക്കട്ടെ. മാന്യമായിട്ടും സംസ്കാരത്തോടെ സംസാരിക്കുക എന്നുള്ളതും എതിർപ്പുള്ള ആളുകളോട് പോലും ജനാധിപത്യപരമായി സംസ്കാരം ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പൊതു സമീപനമാണ്. ഇത് ശ്രീ MM മണി പറഞ്ഞു എന്ന് പറയുകയാണ്. ഇപ്പോഴും അത് പറഞ്ഞു എന്ന് പൂർണ്ണമായി അറിഞ്ഞുകൂടാ. ആരുടെയും വെല്ലുവിളിയും ആരുടെയും യുദ്ധമൊന്നുമില്ല. എല്ലാം ഇല്ലാത്ത വാർത്തകൾ പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് കേൾക്കാം, പറഞ്ഞോളൂ. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച, അനാവശ്യ വിവാദം ഉണ്ടാക്കുന്ന ചർച്ചകളെ സംബന്ധിച്ച് എനിക്ക് താല്പര്യമില്ല. മൂന്നാറിലെ ഭൂമി പ്രശ്നത്തെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. മൂന്നാറിലെ ഭൂവിഷയത്തെ കുറിച്ച് തന്നെയാണ് ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമല്ലേ? സബ് കളക്ടറെ ഈ തരത്തിൽ അധിക്ഷേപിക്കുന്നു. സബ് കളക്ടറെയും കളക്ടറെയും അങ്ങേയറ്റം മോശം പദങ്ങൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നു. ഇവിടെ കയ്യേറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമപ്രവർത്തകരെ കുടിച്ചു കൂത്താടുന്നവരെയും മറ്റ് അസാൻമാർഗിക പ്രവർത്തനം നടത്തുന്നവരെയുമായി ചിത്രീകരിക്കുകയും താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനൊക്കെയുള്ള ലക്ഷ്യം എന്താണ്? ഈ മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ആരും ഒഴിപ്പിക്കാൻ പാടില്ല, അവിടെ കയ്യേറ്റങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ മൂടി വെക്കണം എന്നുള്ള താല്പര്യമായിരിക്കുമല്ലോ. അങ്ങനെ വെടക്കാക്കി തനിക്കാക്കാനുള്ള ഒരു ലക്ഷ്യമില്ലെങ്കിൽ വെറുതെ ഒരാൾ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ.
ഒരാൾ പറഞ്ഞതിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ നേരത്തെ തൊട്ട് പറയുന്നത് മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങളുണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഉള്ളതായാലും മുമ്പുള്ളതായാലും യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മാറി മാറിപ്പോവാണ്. മൂന്നാറിലെ ഭൂമി പ്രശ്നം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈറേഞ്ച് മേഖലയിലെ ഭൂമി പ്രശ്നം എന്ന് പറഞ്ഞാൽ 77 മുമ്പ് അവിടെ കുടിയേറിയിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുത്തിട്ടില്ല എന്നുള്ള പ്രശ്നത്തിൽ തുടങ്ങുന്നതാണ്. തൊടുപുഴ താലൂക്ക് ഒഴിച്ച് ബാക്കി എല്ലാ മേഖലയിലും ഉടുമ്പൻചോല താലൂക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏലപ്പാട്ട കുത്തകപ്പാട്ടമാണ് എന്നുള്ളത് കൊണ്ട് ഫോറസ്റ്റ് ആണെന്നുള്ളതും ഒരു ഘട്ടത്തിൽ ഉടുമ്പൻചോലയിലെ നമ്മുടെ പോലീസ് സ്റ്റേഷനും താലൂക്ക് ഓഫീസും വരെ നിൽക്കുന്ന സ്ഥലം അതുപോലും ഫോറസ്റ്റ് ആണ് രേഖകളിലെന്നുള്ളത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്തരം പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അന്ന് VS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 50,000 ഏക്കർ പാട്ടത്തിന് കൊടുത്ത ടാറ്റയുടെ കയ്യിൽ 50,000 ഏക്കറിലധികം അധികം ഉണ്ട് എന്നുള്ളൊരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് അത് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമവും ഒരു ടാറ്റ മാത്രമല്ല തോട്ടം അധികം കൈവച്ചിരിക്കുന്നതും സാധാരണക്കാർക്ക് ഭൂമി കിട്ടാത്തതും അടക്കമുള്ള പ്രശ്നങ്ങളെല്ലാം ചേർന്നാണ് മൂന്നാറിലെ പ്രശ്നം. മൂന്നാറിലെ പ്രശ്നങ്ങളെ കുറിച്ച് വിശാലമായി നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ ഓരോന്നോരോന്നായി പരിശോധിച്ച് പോകണമല്ലോ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ KN ബാലഗോപാൽ ദയവായി തുടരണം. ശ്രീ P പ്രസാദ് റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥനായ, അതായത് റവന്യൂ വകുപ്പിന്റെ തീരുമാനം നടപ്പാക്കുന്ന സബ് കളക്ടറെ കുറിച്ച് നിങ്ങളുടെ മന്ത്രിസഭയിലെ പ്രമുഖനായ അംഗം MM മണി ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കുരിശ് പൊളിക്കുന്നത് കണ്ട് ആനന്ദം കണ്ടെത്തുന്ന ഒരു ഹിന്ദു വർഗീയ ഫാസിസ്റ്റാണ്. ഇതിന് വലിയ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ സക്കറിയ ചേട്ടൻ്റെ മകൻ്റെ പേരിലാണ് ഭൂമി എന്നുള്ളത് കൊണ്ട് കേസെടുത്തത് വിഡ്ഢിത്തവും അസംബന്ധവുമാണ്. ഇതൊന്നും ഞങ്ങളവിടെ നടത്താൻ അനുവദിക്കില്ല എന്നാണ്. എന്തിനാണ് സംസ്ഥാനത്തൊരു റവന്യൂ വകുപ്പ്? ഇത് കേരളത്തിൻ്റെ മന്ത്രി ശ്രീ MM മണി പറഞ്ഞ വാക്കുകളാണോ? അതെ. എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഉത്തരം പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വമാണ്. അല്ല, അദ്ദേഹത്തോട് ചോദിച്ചിട്ടേ ഒഴിപ്പിക്കാൻ പാടുള്ളൂ എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ്. കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കേണ്ടത് നിയമമാണ്. 57 കേരള ഗവൺമെൻറ്, എല്ലാവരും ഏറെ ആദരവോടുകൂടി പറയുന്ന 957 EMS ഗവൺമെൻറ്, ആ ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്നതാണ് കേരള ലാൻഡ് കൺസർവൻസി ആക്ട് എന്ന് പറയുന്നത്. ആ ആക്ടിനനുസരിച്ച് ആ ആക്ടിൽ 71 ഭേദഗതി ഉണ്ടായിട്ടുണ്ട്, 2009 ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. കയ്യേറ്റങ്ങൾ ബോധ്യപ്പെട്ടാൽ അടിയന്തരമായി തന്നെ ഒഴിപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണെന്ന് പറയുന്നത് ആ നിയമമാണ്. അങ്ങനെ ബോധ്യപ്പെടുന്നത് ഒഴിപ്പിക്കുന്നില്ല എങ്കിൽ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടികൾ ഉണ്ടാവും എന്ന് പറയുന്നത് ആ നിയമമാണ്. ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വേറെ ആരുടെയും വാക്കുകൾ കേൾക്കേണ്ടതില്ല. നിയമം മാത്രം നോക്കിയാൽ മതി. നിയമം നോക്കി നിയമത്തിനനുസരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് അത് ചെയ്യണം എന്നാണ്. അതിനിടയിൽ ആരും കയറി മറ്റു വാദങ്ങൾ ഉയർത്തുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. അല്ല ശ്രീ P പ്രസാദ്, ഇത് ഈ സർക്കാരിൻ്റെ തലവനായ മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? ആ രണ്ട് ഉദ്യോഗസ്ഥരെ, കലക്ടറെയും ഒപ്പം സബ് കളക്ടറെയും ഇന്നലെ നിർത്തിപ്പൊരിച്ചുവല്ലോ. ഇല്ല, അത് ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തല്ല. നിർത്തിപ്പൊരിച്ചെന്നൊക്കെയുള്ള വാർത്തകളാണ്. ആ വാർത്തകൾ എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നിർത്തിപ്പൊരിക്കാൻ കഴിയുകയും ഇല്ല. ഉദ്യോഗസ്ഥന്മാർ, കളക്ടറും സബ് കളക്ടറും അവിടെ നടപ്പിലാക്കിയത് നിയമമാണ് എന്നും റവന്യൂ വകുപ്പിൻ്റെ മന്ത്രി അടക്കമുള്ള നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിയ നിയമങ്ങളാണ് എന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ നടപടികളിൽ നിന്ന് പുറകോട്ടേക്ക് പോകുന്ന പ്രശ്നമില്ല എന്നും CPI പറയുന്നു. ശരി, അതാണ് CPIയുടെ നിലപാട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇങ്ങനെ സബ് കളക്ടറെ, കളക്ടറെ, മാധ്യമപ്രവർത്തകരെ, മറ്റുള്ളവരെ ഒക്കെ ആക്ഷേപിക്കുന്നത് MM മണിയുടെ ശൈലിയുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരും വിശദീകരിക്കുന്നവരുമുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂവിൽ നിന്ന് വഴിതിരിച്ചു വിടുക എന്നൊരു ഉദ്ദേശം അതിനുണ്ടാകാമോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ ബാലഗോപാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ TV ഉണ്ട്. അദ്ദേഹം അത് കാണാനാണ് സാധ്യത. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിൽ അവരുടെ പാർട്ടി സെക്രട്ടറിയായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രിമാരായ മേഴ്സിക്കുട്ടിയമ്മ, KK ശൈലജ, AK ബാലൻ, അതുപോലെ തന്നെ മഹിളാ നേതാക്കന്മാരായ TN സീമ അടക്കം, ശ്രീമതി ടീച്ചർ അടക്കം മുഴുവൻ ആളുകളും പ്രതികരിച്ച ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇവിടെ ശ്രീ MM മണി, ഞാനിപ്പോൾ ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു ചർച്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആ ചർച്ചയിൽ ഈ പൊമ്പിളൈ ഒരുമയുടെ നേതാവ് കൗസല്യ പങ്കെടുത്തു. ആ കൗസല്യ ചർച്ചയിൽ പറഞ്ഞത്
ഞങ്ങൾക്കവിടെ യാതൊരു സ്വാതന്ത്ര്യവും ഇടുക്കിയിൽ തരുന്നില്ല. മൈക്ക് ഞങ്ങളുടെ ഈ കിട്ടിയിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ, ഞങ്ങൾ കേരളത്തിലെ പൊതുജന സമൂഹത്തോട് വിളിച്ചു പറയുമായിരുന്നു, ഈ ഇടുക്കിയിലെ മുഴുവൻ കയ്യേറ്റങ്ങളുടെയും പിന്നിൽ ശ്രീ MM മണിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇവിടെ 957 ഭൂപരിഷ്കരണ നിയമത്തെ വാനോളം പുകഴ്ത്തുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ആ ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് അനധികൃതമായ കയ്യേറ്റ ഭൂമി ആരെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, സർക്കാരിൻ്റെ ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമി പിടിച്ചെടുക്കണമെന്നുള്ള പ്രഖ്യാപിതമായ ഇടതുപക്ഷത്തിൻ്റെ നയം പ്രാവർത്തികമാക്കിയാണ് അവിടെ ഒരു ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ ഒരു സബ് കളക്ടർ. ആ കളക്ടർക്ക് പിന്തുണ കൊടുക്കുകയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഭൂമി കയ്യേറാൻ വരുന്നവർ വരുന്ന പോലെ തിരിച്ചു പോകില്ലെന്ന് പറയുന്ന ഒരു MLA, ഈ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാൻ വരുന്നവൻ്റെ കൈയും കാലും വെട്ടുമെന്ന് പറയുന്നൊരു മന്ത്രി, ആ മന്ത്രിയെയും ആ MLAയും പിന്തുണയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രി, ആ MLAയോടും ആ മന്ത്രിയോടും ചോദിച്ചല്ലാതെ കയ്യേറ്റം ഒഴിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി നിലകൊള്ളുന്ന പശ്ചാത്തലം വെച്ചുകൊണ്ട് വേണം ഈ മന്ത്രിയുടെ പ്രസ്താവനയെ കാണാൻ. എന്താ പറഞ്ഞത്? പൊമ്പുളൈ ഒരുമയും നടത്തിയ സമരത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. രാത്രി ആയിക്കഴിഞ്ഞാൽ സമരത്തിൽ വെള്ളവടിയും കാട്ടിലോട്ട് മാറി മറ്റേ പരിപാടിയാണ്. അതിൽ നിന്ന് കൗസല്യ പറഞ്ഞത് ഞങ്ങളെ വേശികളെന്ന് വിളിച്ചു. അതിനേക്കാൾ കുറെ കൂടി മോശമായ ഭാഷ ചാനൽ ഉപയോഗിച്ചു. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം, കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ക്ഷമിപ്പുണ്ടോ എന്ന് നമ്മൾ കൊച്ചുനാൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ MM മണിയെ നന്നാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. അദ്ദേഹം പറയുന്നു അവിടുത്തെ കളക്ടർ ഒരു കോന്തൻ, സബ് കളക്ടർ കോന്തനാണ്, കളക്ടർ കഴിവില്ലാത്തവനാണ്, സബ് കളക്ടറെ ഊളംപാറയിൽ അയക്കണം. ഇപ്പൊ കേരളത്തിലെ പൊതുജന സമൂഹം സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഊളംപാറയിലും കുതിരവട്ടത്തിലും അയക്കേണ്ടത് സബ് കളക്ടറെ അല്ല, ഈ മന്ത്രിയെയാണ്. അതാണ് താങ്കളുടെ വിമർശനം. തുടരുക ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇവിടെ സബ് കളക്ടറെയും കളക്ടറെയും ആക്ഷേപിക്കുമ്പോൾ അവരെ ഡിമോറലൈസ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം നിശ്ചയമായും അതിന്റെ പുറകിൽ ഉണ്ടാകും. മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ പോയാൽ സർക്കാർ ജോലിയിൽ തുടരാൻ കഴിയുമെന്ന് ആരും കരുതേണ്ട എന്ന് യോഗത്തിൽ സബ് കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്, രോഷം കൊണ്ടിട്ടുണ്ട്. അതിനുശേഷവും മണി ആക്ഷേപം തുടരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ശ്രീ MM മണി കഴിഞ്ഞ 2 ആഴ്ച കാലമായി ആർക്കൊക്കെ എതിരെയാണ് സംസാരിക്കുന്നത് എന്ന് നോക്കിയാൽ എന്താണ് ഇതിനകത്തെല്ലാമുള്ള ഒരു കോമൺ ത്രെഡ് പോയിന്റ് എന്നുള്ളത് നമുക്ക് കാണാം. ശ്രീ MM മണി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി RSSകാരെ ചീത്ത വിളിച്ചിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ കോൺഗ്രസ്സുകാരെ ചീത്ത വിളിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ എന്താണെന്നുള്ളത് വ്യക്തമാവുന്ന. ആദ്യം അദ്ദേഹം പറഞ്ഞത് റവന്യൂ മന്ത്രിക്ക് വിവരമില്ല എന്നാണ് പറഞ്ഞത്. റവന്യൂ മന്ത്രി ചന്ദ്രശേഖരന് വിവരമില്ല, ഇടുക്കിയിലെ പ്രശ്നങ്ങൾ അറിയില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അടുത്തത് പറഞ്ഞത് കളക്ടർക്കും സബ് കളക്ടർക്കും എതിരായുള്ള പരാമർശങ്ങളാണ്. ഇതെല്ലാം നിലനിൽക്കെ കളക്ടറും സബ് കളക്ടറും അവിടുത്തെ കുടിയൊഴിപ്പിക്കലുമായി മുന്നോട്ട് പോകുന്നു, കയ്യേറ്റം ഒഴിപ്പിക്കലുമായി മുന്നോട്ട് പോകുന്നു. മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. പിറ്റേ ദിവസം മുഖ്യമന്ത്രി നേരിട്ട് ഇവരെ വിളിച്ചു വരുത്തി ചേർന്ന യോഗത്തിൽ എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം, സംസ്ഥാന സർക്കാർ അറിയാതെ ഇത്തരം പ്രവർത്തികൾ നടത്തിയത് തെറ്റാണ് എന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വരുന്നു. സംസ്ഥാന മന്ത്രിസഭയുടെ ഭാഗമാണോ റവന്യൂ മന്ത്രി? റവന്യൂ മന്ത്രി നേരിട്ട് പറഞ്ഞിട്ടാണോ ഈ തീരുമാനമെടുത്തത്? റവന്യൂ മന്ത്രി തീരുമാനമെടുക്കാൻ പറഞ്ഞ തീരുമാനം നടപ്പാക്കിയതിന് മുഖ്യമന്ത്രി ശാസിക്കുമ്പോൾ ഇവിടെ 2 സർക്കാരുണ്ടോ എന്ന ചോദ്യം ന്യായമായും ശ്രീറാമും ഗോകുലും ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരുടെ കയ്യും വായും കെട്ടപ്പെട്ട ഉദ്യോഗസ്ഥരായതുകൊണ്ട് അവർക്ക് ചോദിക്കാൻ നിവൃത്തിയില്ല. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. അന്ന് എടുത്ത തീരുമാനപ്രകാരം മതമേലധ്യക്ഷന്മാരോട് ചർച്ച ചെയ്യാതെ, സമവായത്തിൽ ഏർപ്പെടാതെ, പരിസ്ഥിതി പ്രവർത്തകരോട് പോലും സമവായത്തിൽ ഏർപ്പെടാതെ അവിടെ ഇനി കയ്യേറ്റം ഒഴിപ്പിക്കാൻ പാടില്ല. ശരി, പിറ്റേ ദിവസം ശ്രീ മണി ഇടുക്കിയിലെത്തി പ്രസ്താവിക്കുന്നത് എന്താ? ഇവിടെയുള്ള മുഴുവൻ മതസ്ഥാപനങ്ങളുടെയും കയ്യേറ്റ ഭൂമിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒഴിപ്പിക്കാൻ വരുന്ന ഇവൻ ഊളംപാറയിലേക്ക് അയക്കേണ്ടവനാണോ എന്ന് സബ് കളക്ടറെ പറ്റി പറയുന്നു. തലേ ദിവസം കയ്യേറ്റം ഒഴിപ്പിക്കൽ നടത്താൻ ഉദ്യോഗസ്ഥർക്ക് പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞ മന്ത്രി പിറ്റേ ദിവസം പറയുന്നു മതമേലധ്യക്ഷന്മാർ കയ്യേറ്റക്കാരാണ്, അവരെ ഒഴിപ്പിക്കാൻ വരുന്നയാളെ ഊളംപാറയിലേക്ക് അയക്കണം. 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയാൽ ഊളംപാറയിലുള്ളവരെല്ലാം 2ാം കിട പൗരന്മാരാണോ? സംസ്ഥാന സർക്കാരിൻ്റെ മെൻ്റൽ ഹെൽത്ത് ആക്ട് ഉള്ള സ്ഥലമാണ്. അവരെ അധിക്ഷേപിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു നിയമമുള്ള രാജ്യത്ത് ഊളംപാറയിലുള്ള ആളുകളെ പോലും ആക്ഷേപിക്കുകയാണ് അദ്ദേഹം. പോട്ടെ, അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയിൽ അദ്ദേഹം അറ്റാക്ക് നടത്തുന്നു. അടുത്ത പരാമർശം, CPM ഒരു കാലത്തും പൊറുക്കാൻ സാധ്യതയില്ലാത്ത, ഇനി വലിയ വില കൊടുക്കേണ്ടി വരുന്ന പ്രസ്താവന. അവിടെ കുരിശ് ഒഴിപ്പിക്കാൻ പോയത് ബാബറി മസ്ജിദ് പൊളിച്ചതിന് തുല്യമാണ്. ഇതാണോ കേരളത്തിൽ സംഘപരിവാറിനെ വളർത്തുന്ന പ്രസ്ഥാനം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഒറ്റ ദിവസം കൊണ്ട് സംഘപരിവാറിൻ്റെ മുഴുവൻ രാഷ്ട്രീയവും യോജിക്കുന്ന തരത്തിൽ ഒരു മന്ത്രി പറയുന്നു അവിടെ കുരിശ്. എനിക്കറിയാവുന്ന അയോധ്യയിൽ നടന്ന പ്രശ്നം ഏതായാലും ആ കയ്യേറ്റ ഭൂമിയിൽ കൊണ്ടുപോയി അമ്പലം പണിതല്ല. അപ്പോൾ
സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്ന, കയ്യേറ്റക്കാരുടെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്ന മന്ത്രി പിറ്റേ ദിവസം സാധാരണക്കാരായ തൊഴിലാളി സ്ത്രീകൾ നടത്തുന്ന സമരത്തെ അധിക്ഷേപിക്കുന്നു. വാചകം ഞാൻ പറയാം, അവിടെ എല്ലാ വൃത്തികേടും നടക്കും എന്നാണ് പറഞ്ഞത്. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 119 അനുസരിച്ച് സ്ത്രീകളെപ്പറ്റി അപമര്യാദയായി പൊതുസ്ഥലത്ത് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ്. ധൈര്യമുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ SI ഈ മന്ത്രിക്കെതിരെ കേസെടുക്കേണ്ടതാണ്. പക്ഷേ കേസെടുക്കാൻ കഴിയില്ല. കാരണം നിയമം നടപ്പാക്കണമെങ്കിൽ ഇനി ഇടുക്കിയിൽ MM മണിയുടെ സമ്മതം ആവശ്യമാണ്. കേരള ലാൻഡ് കൺസർവൻസി ആക്ട് നടപ്പാക്കണമെങ്കിൽ കളക്ടർ ഇനി മന്ത്രിയുടെ പടിക്കൽ നിൽക്കണം. കഴിഞ്ഞില്ല. അർദ്ധരാത്രി 144 പ്രഖ്യാപിക്കണമെങ്കിൽ ഇനി മുഖ്യമന്ത്രിയെ വിളിച്ച് രാത്രി പെർമിഷൻ ചോദിക്കണം. നമുക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഒരു ഡസൻ വിധിന്യായങ്ങൾ കേരള ഹൈക്കോടതിയുടെ ഞാൻ തരാം. 144 പ്രഖ്യാപിക്കുന്നത് ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് മജിസ്ട്രേറ്റിന്റെ ഉത്തരവാദിത്തമാണ്, ജില്ലാ മജിസ്ട്രേറ്റിന്റെ. അതിനൊരു മന്ത്രിയോടും ചോദിക്കാൻ പാടില്ല. മന്ത്രി ഇടപെടുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്ന വിധിന്യായം സുപ്രീം കോടതിയുടെ ഉണ്ട്. ഈ നിയമവ്യവസ്ഥ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മേൽ ശ്രീ MM മണി കടന്നാക്രമണം നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ നിലപാട് MM മണിക്കൊപ്പമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി. ശ്രീ KN ബാലഗോപാൽ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് അതിൽ അധിക്ഷേപ പദങ്ങൾ കടന്നുകൂടുന്നു എന്നുള്ള ലളിതമായ യുക്തിക്ക് വിശദീകരിക്കാനാകാത്തതാണിത്. ഇവിടെ വെള്ളൂക്കുന്നേൽ സക്കറിയ ജോസഫ്, അദ്ദേഹത്തിന്റെ മക്കൾ എന്നിവരെ തൊടുമ്പോഴൊക്കെ ഇത്ര വലിയ അസഹിഷ്ണുത തോന്നാൻ മാത്രം. ബാബർ ഈ പള്ളി പൊളിച്ചതിന് സമാനമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് തന്നെ മനസ്സിലാകുന്നില്ല. ബാബറിന്റെ കാലത്ത് അമ്പലം കയ്യേറി അവിടെ ഒരു പള്ളി ഉണ്ടാവുകയും പിന്നെ ആ കയ്യേറ്റം പൊളിച്ചു മാറ്റുകയും ചെയ്തു എന്നാണോ എന്ന് MM മണി വിശദീകരിക്കുമായിരിക്കും, CPIM വിശദീകരിക്കുമായിരിക്കും. ഇത് ബാബറി മസ്ജിദ് പൊളിച്ചതുപോലെയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? അവിടെ ഒരു ചെറുപ്പക്കാരനായ സബ് കളക്ടർ അനധികൃത കയ്യേറ്റങ്ങൾ നിയമപരമായി നോട്ടീസ് കൊടുത്ത് നിയമം പാലിച്ചുകൊണ്ട് ഒഴിപ്പിക്കുന്നതിനെ രാഷ്ട്രീയമായി പ്രതിരോധിച്ച് നിൽക്കണം എന്ന ഒരു തീരുമാനം എന്തുകൊണ്ട് CPIM കൈക്കൊള്ളുന്നു? യഥാർത്ഥത്തിൽ എന്താ നിങ്ങളെല്ലാം കൂടി ഉദ്ദേശിക്കുന്നതെന്ന് കാണുന്നവർക്ക് മനസ്സിലാവാൻ കുറച്ച് സമയമെടുക്കും. അവിടെ ഭൂമി ഒഴിക്കുന്നതിന് നേരത്തെ കോൺഗ്രസ് മതികെട്ടാമലയും മതികെട്ടാഞ്ചോലയും ഒക്കെ കോൺഗ്രസ് ആണോ ചെയ്തത്? CPM വന്നതിന് ശേഷം തന്നെയാണ് ചെയ്തത്. ഇപ്പോഴും അത് ചെയ്യും. പക്ഷെ ഇതിനകത്ത് ഈ ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന നേരത്തിൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഹരീഷ് വാസുദേവൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണല്ലോ. അദ്ദേഹം പറഞ്ഞ IPCയും മറ്റ് നിയമമൊക്കെ അനുസരിച്ച് കേസ് കൊടുക്കുകയും അത്തരം കാര്യം ചെയ്യുക. നമ്മൾ പോലീസ് കേസെടുക്കുന്ന അല്ലെങ്കിൽ ഹൈക്കോടതി പോയിട്ടും കേസ് കൊടുക്കാം, സുപ്രീം കോടതി കൊടുക്കാം. കേസ് കൊടുത്ത ആ കാര്യങ്ങൾ ചെയ്യാം. നിയമത്തിന്റെ കാര്യങ്ങൾ കേൾക്ക്. MM മണി പറഞ്ഞിട്ടുള്ള പ്രസംഗത്തിനകത്ത് പറഞ്ഞ എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാനും ജാമ്യം എടുക്കാനും ഞാൻ ഈ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഇപ്പോൾ സാരോപദേശം എന്തായാലും നന്നായി ഇത്തരം കാര്യങ്ങളെപ്പറ്റി, സംസ്കാരത്തെപ്പറ്റി, സാരോപദേശത്തെപ്പറ്റിയൊക്കെ ഉപദേശിക്കാൻ പറ്റുന്ന നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ അല്പം മുമ്പ് പറഞ്ഞു, കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഞാൻ ആ ടെലിവിഷൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടല്ലേ കണ്ടിട്ട് പറയാത്തതാണെന്ന്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് MM മണി അങ്ങനെ പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. MM മണിയാണ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ശ്രീ MM മണി അടക്കമുള്ള അദ്ദേഹം പറയും. അതിനകത്ത് നിയമപരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കാം. പക്ഷെ MM മണിയുടെ പ്രസംഗം, അദ്ദേഹം ഈ പറഞ്ഞ പെമ്പിള ഒരുമയിലെ തൊഴിലാളികളെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള തൊഴിലാളികളെ പോലെ അവിടെ കുടിയേറിയ വർഷങ്ങൾക്ക് മുമ്പ് വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അവിടെ ചെന്ന് സാധാരണ ഒരു തൊഴിലാളിയായ ഒരു മനുഷ്യന്റെ വികാരത്തിൽ പറയുന്ന, പക്ഷെ മന്ത്രിയാവുമ്പോൾ അങ്ങനെ എന്തും പറയാനൊന്നും പറ്റില്ല. മന്ത്രിയും ഭരണത്തിന്റെ ഉത്തരവാദിത്വമുള്ളപ്പോൾ പറയാൻ പറ്റില്ല എന്നുള്ളതിന് എനിക്ക് തർക്കമില്ല. പക്ഷെ അവിടുത്തെ സാധാരണ തൊഴിലാളികളുടെ ഭാഷയെ പറയുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം പറയുന്ന പ്രസംഗത്തിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പാർട്ടി അതിനകത്ത് നിലപാടെടുക്കും. അങ്ങനെ ആരെയും കയറൂരി വിട്ട് സംസാരിക്കാനൊന്നും സമ്മതിക്കില്ല. പക്ഷേ അത് വെച്ചിട്ട് ഇതാകെ CPMന്റെ ഈ ഭൂമി കാര്യത്തിലുള്ള നിലപാടിനെ സംബന്ധിച്ചൊന്നും ആരും വിലയിരുത്തുന്നത് ശരിയല്ല. അത് വെച്ചിട്ട് അദ്ദേഹം അങ്ങനെ സംസാരിച്ചു. അതുകൊണ്ട് അവിടുത്തെ ഈ കയ്യേറ്റക്കാരെ എല്ലാം പിന്തുണയ്ക്കുന്നവരാണ് CPM എന്ന് കരുതണ്ട. ഒരിക്കലും ഏത് CPM കാരനുണ്ട് അവിടെ ഏതെങ്കിലും ഉണ്ടായിരിക്കും, ഒറ്റപ്പെട്ട ആരെങ്കിലും ഉണ്ടാവില്ലെന്ന്. അല്ല, ഇവിടെ ശ്രീ KN ബാലഗോപാൽ, ഈ വെള്ളൂക്കുന്നേൽ കുടുംബം ഏതാണ്ട് 1000 ഏക്കറോളം ഭൂമി കയ്യേറി എന്നുള്ളതാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ലാൻഡ് ബോർഡിന്റെ റിപ്പോർട്ട് അങ്ങനെയുണ്ട്. അത് സംബന്ധിച്ച് നടപടിയെടുക്കാൻ ഉത്തരവുള്ളതാണ് 2012. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആ കയ്യേറ്റക്കാരനാണ് അവിടെ കൊണ്ടുപോയി ഒരു കുരിശ് സ്ഥാപിച്ചത്.
കെ എൻ ബാലഗോപാൽ ആ കുരിശ് പൊളിച്ചപ്പോൾ എന്തിനാണ് CPIM-കാർക്ക് മാത്രം നൊന്തത്, എന്തിനാണ് CPIM-കാർക്ക് മാത്രം പൊള്ളിയതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കത്തോലിക്ക സഭയിൽ ആർക്കും പ്രശ്നമില്ല, മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും പ്രശ്നമില്ല, സാമൂഹിക സംഘടനകളിൽ ആർക്കും പ്രശ്നമില്ല, ഒരു വിശ്വാസി ഗ്രൂപ്പിനും പ്രശ്നമില്ല. ഒരു കയ്യേറ്റക്കാരൻ എന്ന് അറിയപ്പെടുന്ന അത് സംബന്ധിച്ച റിപ്പോർട്ടുകളുള്ള ഒരാൾ അയാളുടെ ഗ്രൂപ്പ് കൊണ്ടുവച്ച കുരിശ് പൊളിച്ചപ്പോൾ എന്തിനാണ് CPIM-ന് മാത്രം പൊള്ളിയതെന്നാണ് അറിയാത്തത്. ഞാൻ പറയട്ടെ, എന്നെ സംസാരിക്കാൻ സമ്മതിക്കുമെങ്കിൽ ഞാൻ പറയാം. മുഖ്യമന്ത്രി ഇന്നലെ കോട്ടയത്ത് പ്രസംഗിച്ചു, ഞാൻ കോട്ടയത്ത് പ്രസംഗിച്ച ഒരു കാര്യത്തെ പറ്റിയാണല്ലോ പറഞ്ഞത്. ഒരു കുരിശ് അവിടെ വെച്ചിരിക്കുന്നു. ആ കുരിശ് ഒരു JCB കൊണ്ടുപോയിട്ട് ഇങ്ങനെ വളച്ച് തിരിച്ച് ഒടിച്ച് മാറ്റുന്ന ഒരു സമീപനം എടുക്കേണ്ടത് എന്താണെന്ന് സ്വാഭാവികമായി ചോദിച്ചാൽ കേട്ടാൽ ആർക്കും തോന്നും. അത് കുരിശിന്റെ കാര്യം മാത്രമല്ല, അവിടെ ഏതൊരു ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെ ഒരു വിഗ്രഹം എന്തോ ഒരു കാര്യം വെക്കുന്നു, വേറെന്തൊരു കാര്യം വെക്കുന്നു, അതെല്ലാം പോയിട്ട് അതിനെ ആകെ വികൃതമായ രീതിയിൽ JCB കാണിച്ചിട്ട് വാർത്ത കാണിച്ച് നിങ്ങൾക്ക് വാർത്തയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഗവൺമെന്റ് ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അങ്ങനെയാണോ അത് ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി വളരെ ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലയിൽ ഇങ്ങനെ ടെലിവിഷനിൽ കാണുമ്പോൾ ഇങ്ങനെ പിരിച്ചൊടിക്കുന്നു, ആ പിരിച്ച് ഇങ്ങനെ ഒടിക്കുന്നതാണ് ശരിയെന്നുള്ളതിനകത്ത് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഹരീഷ് വാസുദേവനും മറ്റുള്ളവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു. അത് മാറ്റുന്നതിനൊന്നും ആർക്കും തർക്കമൊന്നുമില്ല. അല്ലെങ്കിൽ അവിടുന്ന് ആ കേസിനകത്ത് പിന്നെ ഇത്തരം കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചു മാറ്റണമെന്നുള്ളതിന് ആർക്കും തർക്കമില്ല. ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഒരു ദിവസം സുപ്രഭാതത്തിൽ സബ് കളക്ടർക്ക് അങ്ങനെ തോന്നുകയും അദ്ദേഹത്തിന്റെ ഉത്തരവ് പ്രകാരം കുറെ ആളുകൾ അവിടെ എത്തി ഈ മണ്ണുമാന്തി യന്ത്രവുമായി വന്ന് കുരിശു പൊളിക്കുകയും അല്ലല്ലോ ഉണ്ടായത്. നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കയ്യേറ്റക്കാർക്ക്, നോട്ടീസ് കൈപ്പറ്റിയിട്ടുമുണ്ട്. 3 തവണ ആവർത്തിച്ച് നോട്ടീസ് കൊടുത്തു. മാർച്ച് 17-ാം തീയതി ഒഴിപ്പിക്കാൻ പോയപ്പോൾ വണ്ടി കൂടുതലായിട്ട് തടഞ്ഞു. അതിനുശേഷം റവന്യൂ ഉദ്യോഗസ്ഥർ കുരിശിൽ കൊണ്ടുപോയി നോട്ടീസ് പതിപ്പിച്ചു. ആ നോട്ടീസിന്റെ കാലാവധിയും കഴിഞ്ഞു. അതിനുശേഷം എന്താണ് പിന്നെ ചെയ്യേണ്ടത്? പറയൂ. കുരിശ് കൊണ്ടുവച്ചാൽ ആർക്കും കയ്യേറാൻ സാധിക്കുമോ? സർക്കാർ ഭൂമിയിൽ അങ്ങനെ കുരിശ് കൊണ്ടുവച്ചാൽ പിന്നെ സർക്കാരിന് അത് ഒഴിപ്പിക്കാൻ പാടില്ല എന്നാണ്. കയ്യേറാൻ സാധിക്കും എന്നുള്ള അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. കുരിശും ഇതിനകത്ത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആർഗ്യുമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു TV-യിൽ കാണുമ്പോൾ ഇതിനെ വേറൊരു തരത്തിലേക്ക് ചിത്രീകരിച്ചിരുന്നെങ്കിലോ? ഇപ്പൊ എന്തായാലും ഇക്കാര്യത്തിനകത്ത് നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞു. ഒരു അച്ഛന്റെ ഒരു ബിഷപ്പ് മറ്റോ പറഞ്ഞ കാര്യമുണ്ട്. വേറെ കുറച്ച് ആളുകൾ കുരിശിനോടെ ഇങ്ങനെ ചെയ്തു. ആ കുരിശിനെ ഒരു കുരിശല്ല വേറെ എന്തായിക്കോട്ടെ ഒരു വിഗ്രഹം ഇരിക്കുന്നു. ആ വിഗ്രഹം വല്ലാത്ത തരത്തിലേക്ക് അധിക്ഷേപിക്കുന്ന തരത്തിൽ കൈകാര്യം ചെയ്തു. ഇനിയൊരു തെറ്റായ ഒരാളായിരിക്കും കൊണ്ടുവച്ചേ. അങ്ങനെ ചെയ്യുന്ന ഒരു സമീപനത്തെ പറ്റിയാണ് പറഞ്ഞത്. അല്ലാതെ അവിടെ ഈ ഭൂമി എടുക്കുന്നതിന്റെ കാര്യത്തിനൊന്നും അല്ല. ഒരു സംസ്കാരത്തോട് ഇപ്പൊ MM മണി പ്രസംഗിച്ചപ്പോ പെമ്പിളെ ഒരുമയെ പറ്റി പറഞ്ഞത് ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ആ സംസാരിച്ച രീതിയാണ്. ആ സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന് ചെല്ലുമ്പോൾ അവിടെ ഈ വാർത്തയെല്ലാം കിട്ടാൻ വേണ്ടി ഈ തരത്തിൽ വേറൊരു കെട്ടിടം പൊളിക്കുന്ന പോലല്ല എന്ന നിലയിൽ ഒപ്പം ഈ ഉദ്യോഗസ്ഥർ ഇരിക്കെ ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുന്നത് ആരാണെന്ന് ഓർക്കണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് MM മണി അത് കുറച്ചും കൂടി വിശദീകരിച്ച് പറഞ്ഞു. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഈ വിഷ്വലും ഈ പടവുമായിട്ടായിരിക്കും വീടാന്തരം കയറുക. അപ്പോൾ കയ്യേറ്റവും ഏത് സഭയാണ് എന്നതും ഒന്നും ഉണ്ടാകില്ല, കുരിശു മാത്രമേ ഉണ്ടാകൂ. കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ കൃത്യം നിർവഹിച്ചിട്ടുണ്ട്. ആ കൃത്യം നിർവഹിക്കുന്നതിന് റവന്യൂ വകുപ്പിൻ്റെ മന്ത്രിയുടെയും പിന്തുണ ഉണ്ടായിരുന്നു. ഞാൻ വേറെ സംസ്കൃതമൊന്നും പറയുന്നില്ല. കേരളത്തിലെ ക്യാബിനറ്റിൻ്റെ യോഗം ചേരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുമായിട്ട് സഖാവ് E. ചന്ദ്രശേഖരൻ ഈ കാര്യം സംസാരിക്കുകയും ഇവർ തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നതാണ്. അതിനുശേഷവും പിന്നീട് ഇത്രമാത്രം ഈ വിഷയത്തിലേക്ക് ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ഇതിനെന്തിനാണ് ഇങ്ങനെയെല്ലാം കൊണ്ടുപോകുന്നത്? 20-ാം തീയതി വൈകുന്നേരം 6 മണി വരെയും ഇല്ലാതിരുന്ന വികാരത്തെ പിന്നീട് എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ആ വികാരത്തിൻ്റെ രംഗത്തേക്ക് ഇതിനെല്ലാം കൊണ്ടുപോകുന്നത്? ഒരുപാട് ക്ഷേത്രങ്ങൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കർണാടകത്തിൽ, ആന്ധ്രയിൽ, ഗുജറാത്തിൽ എത്രയോ ഇടങ്ങളിൽ ക്ഷേത്രങ്ങൾ ഇങ്ങനെ JCB വെച്ച് പൊളിക്കുന്ന ദൃശ്യങ്ങൾ നവസാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പൊളിച്ചതാണ്. പള്ളികൾ പൊളിച്ചു കൊടുത്ത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ISROയുടെ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി അടക്കം പള്ളികൾ പൊളിച്ചു കൊടുത്തിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ഈ കേരളത്തിന് മുമ്പിലുണ്ട്. ഇതാർക്കും വേറെ ഇടത്തിലും തോന്നുന്നതേയില്ല. ഈ കുരിശോടെ കൊണ്ടുപോയി വെച്ചിരുന്നവർക്കെല്ലാം ഇങ്ങനെ വികാരം ഉണ്ടാകുമായിരുന്നു എങ്കിൽ ആ സഭയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയാവുന്നതേ ഉള്ളൂ. നമുക്ക് ആരെയും അല്ല. അങ്ങനെയാണെങ്കിൽ ശ്രീ P. പ്രസാദ്, ഇന്നലെ അവലോകന യോഗം കൂടിയപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ
മുഖ്യമന്ത്രി എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്ന് ചോദിച്ചുവല്ലോ, അന്നേരം മിണ്ടിയില്ലല്ലോ നിങ്ങളുടെ മന്ത്രി ചന്ദ്രശേഖരൻ. എന്തൊക്കെ കാട്ടി ചന്ദ്രശേഖരൻ അവിടെ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് റവന്യൂ മന്ത്രിക്ക് സ്വന്തം ഉദ്യോഗസ്ഥരെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല? റവന്യൂ മന്ത്രി സ്വന്തം ഉദ്യോഗസ്ഥരുടെ കാര്യത്തിനകത്ത് ആ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് ഇന്നലെയും ഇന്നും റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരാണ് പൊതുസ്ഥലത്ത് വലിച്ചു കീറപ്പെടുന്നത്. അവരെ കുറിച്ച് പറയാൻ വേറെ ബാക്കിയൊന്നുമില്ല. പറയുന്നത് ക്യാബിനറ്റ് അംഗങ്ങളാണ്. എന്തുകൊണ്ടാണ് റവന്യൂ ഉദ്യോഗസ്ഥരെ സാധിക്കാത്തത്? എം എം മണിയെ പോലുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും വായട മൂടുന്നതിനോ വാ കൊട്ടിവെക്കുന്നതിനോ ഒന്നും നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും കഴിയുകയൊന്നുമില്ല. അവരൊക്കെ ഓരോ കാര്യങ്ങളും ഓരോ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ ഗുണകരമായി തീർന്നിട്ടുണ്ടോ അല്ലയോ എന്നുള്ളതും പരിശോധിക്കാനൊന്നും ഞാൻ ഇടപെടുന്നില്ല. ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം പരിശോധിക്കുകയും ആ കാര്യത്തിൽ വിശദീകരിക്കുകയും. എം എം മണി വിടൂ, കുരിശ് പൊളിക്കാൻ പോകുന്നവർ വേറെ പണിക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയല്ലേ? കയ്യേറ്റം ഒഴിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കയ്യേറ്റം ഒഴിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ ആ ഉത്തരവാദിത്തം ചെയ്യണമെന്ന് തന്നെയാണ് സംസ്ഥാനത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ഇന്നും പറഞ്ഞിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരോട് വീണ്ടും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നാളുകളിലും അത് തുടരുകയും ചെയ്യും. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി അത് ബോധിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇത് ക്യാബിനറ്റ് അല്ലേ? ആ ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഫസ്റ്റ് എമംഗ് ഈക്വൽ അല്ലേ ആവുള്ളൂ, അല്ലാതെ ചക്രവർത്തിയും സാമന്ത രാജാക്കന്മാരും ഒന്നും അല്ലല്ലോ. മിണ്ടാണ്ടിരിക്കേണ്ടി വരുന്നത് അതാണ് എന്റെ സംശയം. ഇത് മിണ്ടാതിരിക്കുന്നത് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? ആരാണ് മിണ്ടാതിരിക്കുന്നത് പറഞ്ഞത്? കൃത്യമായ യോഗത്തിലെല്ലാം പറയേണ്ടതെല്ലാം പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള പറച്ചിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നില്ല. ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റും. അവിടെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ തന്നെ നിൽക്കും. നോട്ടീസുകൾ കൊടുക്കും. നിയമപരമായി തന്നെ ആയിരിക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ ഒഴിപ്പിക്കാൻ പോയതിന് മുൻകാല അനുഭവങ്ങൾ നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തന്നെ ആയിരിക്കും മുമ്പോട്ടേക്ക് പോവുക. ഇവിടെ നോട്ടീസ് കൊടുക്കുമ്പോൾ കേൾപ്പോരും കേൾവിയില്ല, ഒരാളില്ല, ഉത്തരവാദികളില്ല. ഞങ്ങൾക്ക് എന്തിനു നോട്ടീസ് നൽകി എന്നും പറഞ്ഞിട്ട് കളക്ടർക്ക് അതിൻ്റെ പേരിൽ വക്കീൽ നോട്ടീസ് കൊടുക്കുന്നതാണ് ഇടുക്കിയിൽ കണ്ടതെല്ലാം. അപ്പോൾ ആരും ഉത്തരവാദികളില്ല. അത് പൊളിച്ചു മാറ്റണം. അത് പൊളിച്ചു മാറ്റാൻ കൂടം കൊണ്ടടിച്ചിട്ട് പോരുന്നില്ല, ഡ്രില്ലർ വെച്ചിട്ട് പോരുന്നില്ല, JCB ഉപയോഗിക്കുകയും നിർവാഹമുള്ളൂ അവിടെ ആ കാര്യത്തിനകത്ത്. പിന്നെ അത് എങ്ങനെയാണ് മുതുകാടിന്റെ മാന്ത്രിക വിദ്യയിൽ എന്ന പോലെ ഒന്നും വടി കറക്കി കാട്ടിയിട്ട് അപ്രത്യക്ഷമാവട്ടെ ഈ കുരിശ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ കുരിശ് അപ്രത്യക്ഷമാവുകയൊന്നുമില്ല. ഇല്ല, അത് മുഖ്യമന്ത്രിയോടാണ് പറയേണ്ടതെന്നേ ഉള്ളൂ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇക്കാര്യത്തിൽ കോൺഗ്രസുകാർ വികാരം കൊള്ളുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? കാരണം ഇതിപ്പോ കഴിഞ്ഞ 10 മാസം കൊണ്ടുണ്ടായ കയ്യേറ്റമല്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഈ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ലാൻഡ് ബോർഡിൻ്റെ ഉത്തരവുണ്ടാകുന്നത്. അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുന്നത്, ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവുണ്ടാകുന്നത്. 2012 ജനുവരി 12 ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല. നിങ്ങളുടെ 5 വർഷക്കാലം ഒന്നും ചെയ്തിട്ടില്ല. LDF സർക്കാരിൻ്റെ കാലത്ത് ഒരു JCB അവിടെ പോയി ആ കുരിശ് പൊളിക്കുകയെങ്കിലും ചെയ്തു. ഒന്നും ചെയ്യാതിരിക്കുന്ന UDF ആണ് ഇപ്പോൾ ഇത്രയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്ത ആളുകളെ കുറ്റം പറയുന്നത്. അഭിലാഷിനോട് ആരാ പറഞ്ഞ ഒന്നും ചെയ്തിട്ടില്ലെന്ന്? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളത്തിന്റെ റവന്യൂ മന്ത്രിയായിരിക്കുമ്പോൾ 900 ഏക്കർ സ്ഥലമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ പോയി വെരിഫൈ ചെയ്ത് നോക്കിയോ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രിയായിരിക്കുമ്പോൾ 900 കയ്യേറ്റ ഭൂമി, 900 ഏക്കർ കയ്യേറ്റ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്തിട്ട് ആരാ പറഞ്ഞത്? പിടിച്ചെടുത്താണ്. അത് രേഖകളുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വെള്ളൂർക്കുന്നേൽ സക്കറിയ ജോസഫ് എന്ന് പറയുന്ന ആള്, അയാളുടെ മക്കള്, മൂത്ത ആള് ടോം സക്കറിയ, പിന്നെ ബോബി സക്കറിയ, ജിമ്മി സക്കറിയ, ജിജി സക്കറിയ, ഇവര് നെടുങ്കണ്ടം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിൽ 14 ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. വ്യാജ പട്ടയം ഉണ്ടാക്കിയതിന്, വ്യാജ തണ്ടപ്പേരനുസരിച്ച് ഭൂമി കൈവശപ്പെടുത്തി ആ ഭൂമി വിറ്റ് കോടികൾ സമ്പാദിച്ചതിന്, ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഈ വെള്ളൂക്കുന്നേൽ സക്കറിയയുടെ മൂത്ത മകനായ ടോം സക്കറിയാണ് അവിടെ കുരിശ് സ്ഥാപിച്ചത്. ആ കുരിശ് സ്ഥാപിച്ച സക്കറിയെ ന്യായീകരിച്ചുകൊണ്ടാണ് എം എം മണി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ചാനലിന് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വന്നപ്പോഴും എന്താ പറഞ്ഞത്? വെള്ളൂക്കുന്നേൽ ടോം വെച്ചിരിക്കുന്ന കുരിശിൽ തൊടാൻ സമ്മതിക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, അതിവിപ്ലവകാരിയായ നാസ്തികനായ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, ആ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മുൻകാല ചെയ്തികൾ നമുക്കറിയാം. അല്ല, ആ മുൻകാല ചെയ്തികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ സെക്കൻഡ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒന്ന് തിരുവഞ്ചൂരിന്റെ കാലത്ത് കൈവശം സർക്കാർ തിരിച്ചുപിടിച്ച ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, രേഖകളിൽ എന്താണെന്നുള്ളതല്ല, അടിസ്ഥാന യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം. 2, ഞാൻ സ്പെസിഫിക് ആയി പറഞ്ഞത് ഈ വെള്ളൂക്കുന്നേക്കാരുടെ കയ്യേറ്റം തന്നെ സംബന്ധിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകളും അന്വേഷണ ഉത്തരവുകളും ഉണ്ടായിട്ട്, ശരി, വെള്ളൂക്കുന്നേക്കാരെ തൊടാൻ CPIM-ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് സ്ഥാപിക്കാം. നിങ്ങൾക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ട്? കഴിഞ്ഞ 5 വർഷം ഒന്നും ചെയ്തില്ലല്ലോ. അഭിലാഷ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ മൂന്നാറിലും ഇടുക്കി ജില്ലയിലെയും സകല കയ്യേറ്റങ്ങളുടെയും മുമ്പിൽ ഒരു 4-5 പേരടങ്ങുന്ന ഒരു നെക്സസ് ഉണ്ട്. അതിൽ എം എം മണിയുണ്ട്, അതിൽ രാജേന്ദ്രനുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ജയചന്ദ്രനുണ്ട്. മാത്രമല്ല നമുക്കറിയാം, പഴയ ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആൽബിനുണ്ട്, ഈ സക്കറിയ ജോസഫ് ഉണ്ട്, ആ ജോസഫിന്റെ മക്കളെല്ലാം ഉണ്ട്. അപ്പോൾ ഏത് ഗവൺമെന്റ് അവിടെ ഭരിച്ചാലും
ഈ പിന്നെ കയ്യേറ്റ ഭൂമി പിടിക്കാൻ ആര് ചെന്നാലും ആ ചെല്ലുന്ന ആളുകളെ അവർ കയ്യേറ്റം ചെയ്യും. അതൊരു ന്യായമായി വിശ്വസിക്കാൻ പറ്റില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ക്ഷമിക്കുക. അതെന്തൊരു ന്യായമാണ്? നിങ്ങൾ സംസ്ഥാന സർക്കാർ ആയിരുന്ന സമയത്ത് നിങ്ങൾ ഇതേ കയ്യേറ്റക്കാരെ വെറുതെ വിട്ടു. അന്ന് ഉത്തരവുണ്ടായിരുന്നു, അന്ന് അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ കയ്യേറ്റക്കാരെ വെറുതെ വിട്ടു. അതാണ് ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞത്. തുടരുക, ഒരു നിമിഷം തുടരുക. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇത് പുതുതായി ഉണ്ടായ കയ്യേറ്റമല്ല, ഇവർ സ്ഥിരം കയ്യേറ്റക്കാരാണ്, എത്രയോ കാലമായി കയ്യേറുന്നു. എന്തുകൊണ്ട് ഇതുവരെയും ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല? കഴിഞ്ഞ സർക്കാരിന് എന്തെങ്കിലും ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുമോ? മൂന്നാർ ഓപ്പറേഷൻ തുടങ്ങിയത് VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റാണ്. 21 ദിവസമാണ് ആദ്യത്തെ മൂന്നാർ ഓപ്പറേഷൻ നടന്നത്. പൊളിക്കാവുന്ന പരമാവധി ബിൽഡിങ്ങുകൾ പൊളിച്ചു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പറയുന്നത് പൊളിച്ച ബിൽഡിങ്ങുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നതുകൊണ്ട് ഇനി അത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാൻ പാടില്ല എന്നാണ്. ചെറിയ ആൾക്കാരൊന്നുമല്ല പറയുന്നത്. പ്ലാനിംഗ് ബോർഡ് അംഗമായിട്ടുള്ള ഇക്ബാൽ ബാപ്പു, അതായത് ഡോക്ടർ B ഇക്ബാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അസംബന്ധം പ്രചരിപ്പിക്കുകയാണ്. 32 കേസുകൾ ഹൈക്കോടതിയിൽ വന്നതിൽ 4 കേസുകളിൽ മാത്രം അനുകൂലമായ തീരുമാനം വന്നു. ബാക്കി എല്ലാ കേസിലും സർക്കാർ ജയിച്ചു. അനുകൂലമായ തീരുമാനങ്ങളെല്ലാം സുപ്രീം കോടതി അപ്പോൾ തന്നെ സ്റ്റേ ചെയ്യുകയും സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ₹1 നാളിതുവരെ ഒന്നാം മൂന്നാർ ഓപ്പറേഷന് നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടി വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പൊളിച്ച ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചു. അടുത്ത സർക്കാർ വന്ന CPMൻ്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് സുന്ദരവിഡ്ഢികൾ മാത്രമേ പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി അല്ല മൂന്നാർ ഓപ്പറേഷൻ നടക്കൂ എന്ന് വിശ്വസിക്കൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സമ്മതത്തോടുകൂടി നടന്നു എന്ന് പറഞ്ഞ ആ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തില്ല. രണ്ടാം മൂന്നാർ ഓപ്പറേഷൻ തുടങ്ങിയത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഏതാണ്ട് 900 ഏക്കർ ഭൂമി പിടിച്ചു. പിടിച്ച ഭൂമികൾ തന്നെ വീണ്ടും കയ്യേറ്റക്കാർ വീണ്ടും കരസ്ഥമാക്കിയതിൻ്റെ റിപ്പോർട്ടുകൾ വന്നത് അതിന് തൊട്ടടുത്ത റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ അടൂർ പ്രകാശിൻ്റെ കാലത്താണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഓപ്പറേഷൻ നടന്നില്ല, തെളിവുകൾ സഹിതം നമുക്ക് വേണമെങ്കിൽ സ്ഥാപിക്കാം. അവിടെ ശ്രീ വെള്ളൂക്കുന്നേക്കാരുടെ ഉൾപ്പെടെയുള്ള ഭൂമിയുടെ കാര്യത്തിൽ നടന്നത് ഉന്നതതല ADGP അന്വേഷണം നടത്തണമെന്ന് ഹോം ഡിപ്പാർട്ട്മെന്റ്. എനിക്കറിയില്ല, കേരളത്തിന്റെ 60 വർഷക്കാലത്തെ ചരിത്രത്തിൽ റവന്യൂ വകുപ്പിന്റെ കയ്യേറ്റം അന്വേഷിക്കാൻ ഒരു ക്രൈംബ്രാഞ്ച് ADGPയെ ചുമതലപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് സ്റ്റേറ്റ് പോയി. റിപ്പോർട്ട് വന്നു. രാജൻ മധേക്കർ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ ADGPയുടെ റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിന്റെ മേലെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അന്ന് ഇന്റലിജൻസ് മേധാവിയായിരുന്ന ശ്രീ സെൻകുമാർ 3000 ഏക്കർ കയ്യേറിയ ഈ കയ്യേറ്റക്കാരെ പറ്റി റിപ്പോർട്ട് കൊടുത്തു. മുഖ്യമന്ത്രി അതിന്റെ പുറത്ത് അടയിരുന്നു 2.5 വർഷക്കാലം. കേരള ഹൈക്കോടതിയിൽ കേസുകൾ നിലനിൽക്കുകയാണ്. ഇതെല്ലാം നിൽക്കട്ടെ. ഇടതുപക്ഷം വന്നപ്പോൾ വീണ്ടും മൂന്നാർ ഓപ്പറേഷൻ ആരംഭിച്ചു. കയ്യേറ്റക്കാർക്ക് നോട്ടീസ് കൊടുത്തു, ഹിയറിംഗ് നടത്തി. മിനിഞ്ഞാന്ന് നടന്ന മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ കളക്ടർ പോയത് ഈ മുഴുവൻ കയ്യേറ്റങ്ങളുടെയും ലിസ്റ്റുമായിട്ടാണ്. ഈ കുടുംബം കയ്യേറിയ 1000-ലധികം ഏക്കറിന്റെ ലിസ്റ്റ് റവന്യൂ മന്ത്രി, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, റവന്യൂ സെക്രട്ടറി ഉൾപ്പെടെ ആളുകളുടെ മുമ്പിൽ കൊടുത്തു. അന്നെന്താ സംഭവിച്ചത്? അന്ന് വൈകുന്നേരം വന്ന പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടത് ഇനി NOC കൊടുക്കാനുള്ള അനുമതി RDOയ്ക്കില്ല, സബ് കളക്ടർക്കില്ല. ഇനി കയ്യേറ്റം ഒഴിപ്പിക്കണമെങ്കിൽ പൊതുയോഗം വിളിക്കണം, തീരുമാനമെടുക്കണം. എന്നാൽ മുഖ്യമന്ത്രി ഒരു വാക്ക്, ഇതാ കയ്യേറ്റത്തിന്റെ തെളിവ് സഹിതമാണ് ഇന്ന് മീറ്റിംഗ് കൂടിയത്, ഇത് ഒഴിപ്പിക്കാൻ പറഞ്ഞോ? ഇല്ല. നമ്മൾ ഈ പറയുന്ന നിമിഷം വരെ അത് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, JCB നിരോധിച്ചു. കയ്യേറ്റങ്ങൾക്ക് മുഴുവൻ, നിർമ്മാണങ്ങൾക്ക് മുഴുവൻ JCB ആകാം, പൊളിക്കാൻ JCB പാടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം. ശ്രീ KN ബാലഗോപാൽ ഇന്നിപ്പോ MM മണി ഞങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നത് ആ സക്കറിയ ചേട്ടന്റെ മകന്റെ പേരിൽ കേസെടുത്തത് എന്തൊരു വിഡ്ഢിത്തമാണ് എന്നാണ്. എന്തൊരു സ്നേഹമാണെന്ന് നോക്കണം ഈ സക്കറിയ ചേട്ടനോട്. ഈ സക്കറിയ ചേട്ടനും മക്കളും കയ്യേറിയ ഭൂമിയുടെ കണക്ക് ഈ സർക്കാരിന്റെ കൈവശമില്ലേ? കഴിഞ്ഞ സർക്കാരിന്റെ കൈവശവും ഉണ്ടായിരുന്നു. ആ സക്കറിയ ചേട്ടന്റെ മകൻ കൊണ്ടുവച്ച കുരിശ് പൊളിച്ചപ്പോഴാണ് ഈ കോലാഹലം മുഴുവൻ ഉണ്ടായത്. ആലഞ്ചേരി പിതാവിനുണ്ടാകാത്ത വികാരം, ക്ലിമ്മീസ് പിതാവിനുണ്ടാകാത്ത വികാരം, ഓർത്തഡോക്സ് സഭയ്ക്കോ യാക്കോബായ സഭയ്ക്കോ ഉണ്ടാകാത്ത വികാരം, കേരളത്തിലെ ഒരു ക്രൈസ്തവനും ഉണ്ടാകാത്ത വികാരം CPIM നേതാക്കൾക്കുണ്ടായത്. ഈ സ്കറിയാച്ചേട്ടന്റെ ഭൂമിയുടെ കാര്യത്തിൽ എന്താണ് ഇത്ര പ്രശ്നം? അത് മനസ്സിലാകുന്നില്ല. അഭിലാഷേ, താങ്കളുടെ നല്ല അവതാരകനാണെന്നൊക്കെ എനിക്ക് നല്ല അംഗീകാരമുണ്ട്, പൊതുവിൽ അംഗീകരിക്കുന്നു. പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ യോഗത്തിനകത്ത്, അത് വളരെ കോൺഫിഡൻഷ്യലായ യോഗമാണ്, അവിടെ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് റവന്യൂ മന്ത്രിയോട് സംസാരിച്ചത്, നട്ടലില്ലാതെ റവന്യൂ മന്ത്രി ഇരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ സെൻസേഷണലായിട്ട് ചർച്ചയാണെങ്കിൽ അത്തരം ചർച്ചകൾ നിങ്ങൾക്ക് തുടരാം. കേവലം മര്യാദ കാണിക്കണം ചർച്ചകളിൽ. നിങ്ങളുടെ റാങ്കിങ്ങും നിങ്ങളുടെ റേറ്റിംഗും ഒക്കെ ഉയർത്താൻ നിങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷേ ഇതൊക്കെ മുഖ്യമന്ത്രി പിണറായിയുടെയും അതുപോലെ തന്നെ ശ്രീ ചന്ദ്രശേഖരൻ മന്ത്രിയുടെയും ഒക്കെ അവരുടെ സംസാരവും രീതിയൊക്കെ കുറച്ചറിയുന്നതാണ് ഞങ്ങളൊക്കെ. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവിടെ വളരെ മോശമായ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്ന ആളുകളല്ല വരുന്നു. മന്ത്രിമാരെന്ന നിലയിൽ ക്യാബിനറ്റിനകത്തും അത് പുറത്തുമൊക്കെ സംസാരിക്കുന്ന അവർ തമ്മിലുള്ള ബന്ധത്തെ പോലും ആളുകളുടെ മുന്നിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് ചർച്ച നടത്തുന്നത് ശരിയല്ല. MM മണി ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് വേറെ പറയാം. സക്കറിയ ചേട്ടന്റെ പിന്നെ കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും വക്കാലത്തെടുക്കേണ്ട കാര്യവും CPM-നില്ല. കഴിഞ്ഞ മൂന്നാർ ഓപ്പറേഷന്റെ സമയത്ത് അന്നത്തെ ഉദ്യോഗസ്ഥന്മാര് CPI ഓഫീസിന് നേരെ പോയി. ഒരു സംഭവം ഞാൻ പറയാ, CPI ഓഫീസ് പുറമ്പോക്കിലാണെന്ന് പറഞ്ഞാൽ അത് പൊളിക്കാൻ പോയി.
LDF കൂടി വലിയ പ്രശ്നമായി. അന്ന് ശ്രീ പ്രസാദ് അടക്കമുള്ള ആളുകൾ അന്ന് ഗവൺമെന്റിനകത്ത് ഒരു മന്ത്രിയുടെ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. പ്രസാദിന് ഓർമ്മയുണ്ടാവും. CPI ഓഫീസ് പൊളിക്കുന്ന CPI ഓഫീസ് പുറമ്പോക്കാന്ന് പറഞ്ഞത് പോയി. ആ CPI ഓഫീസ് 1957 മുതലുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഓഫീസാണ്. അത് ഉൾപ്പെടെ പൊളിക്കാനായി പോയ സംഭവം വിവാദം ഉണ്ടായി. അതുപോലും പുറമ്പോക്കിലാന്ന് പറഞ്ഞ് വലിയ വാർത്ത അന്നൊക്കെ ഉണ്ടാക്കി TV-കളൊക്കെ ഉണ്ടാക്കിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ വിവാദം ആ സമയത്ത് ഉണ്ടാക്കുക, കുറേ കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്നലെ അവിടെ കൂടിയപ്പോൾ മുഖ്യമന്ത്രി സ്വന്തം ഒരു രാജാവാണോ മുഖ്യമന്ത്രി? അവിടെ നടന്ന കാര്യമാണോ? അതിനകത്ത് നടന്നു. നിങ്ങൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, റിപ്പോർട്ടിങ്ങിനകത്തും ചർച്ചയ്ക്കകത്തും കുറച്ചുകൂടി മാന്യമായ സത്യസന്ധത. അല്ല, ആയിക്കൊള്ളട്ടെ കെ എൻ ബാലഗോപാൽ, താങ്കൾ പറയുന്നത് സാങ്കേതികമായി ഞാൻ ശരിയാണെന്ന് എടുക്കാം. കാരണം ആ യോഗത്തിൽ ഞാനോ മറ്റു മാധ്യമ പ്രവർത്തകരോ ഇല്ലാതിരുന്നത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ വാചകം അങ്ങനെ തന്നെയാണോ എന്ന് ആധികാരികമായി പറയാനാകില്ല. പക്ഷേ കേരളത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണ്. പിന്നെ മന്ത്രി നട്ടല്ലില്ലാതിരുന്നു എന്നൊരു പരാമർശം ഞാൻ നടത്തിയിട്ടുമില്ല. ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് എന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഞാനത് CPIയുടെ അങ്ങനെയാണോ? അല്ല, അങ്ങനെയാണോ മന്ത്രി സ്വന്തം ഉദ്യോഗസ്ഥരെ ഡിഫെൻഡ് ചെയ്യാൻ കഴിവില്ലാത്ത മന്ത്രിയാണോ എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോട് ചോദിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇപ്പോ ചോദിച്ച ചോദ്യം അതല്ലല്ലോ. ഈ ബാക്കിയൊക്കെ ഓൺ റെക്കോർഡാണല്ലോ. ശരി, മുഖ്യമന്ത്രിയുടെ യോഗം ശരിക്കറിയില്ല, സമ്മതിച്ചു. ശരി, നിൽക്കട്ടെ. ഇനി വേണ്ട, ഇനി മന്ത്രി അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരെ ഡിഫെൻഡ് ചെയ്തു തന്നെ വെച്ചോളൂ. എനിക്കത് തർക്കമില്ല. നിങ്ങളുടെ ചർച്ചയ്ക്ക് റേറ്റിംഗിന് കൂട്ടാൻ വേണ്ടി അല്ല, ആയിക്കൊള്ളട്ടെ, മന്ത്രി ഡിഫെൻഡ് ചെയ്തു എന്ന് തന്നെ വെച്ചോളൂ. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. ഈ സക്കറിയ ജോസഫിന്റെ കുടുംബത്തിന്റെ കയ്യേറ്റമുണ്ടല്ലോ. സക്കറിയ ജോസഫിന്റെ കുടുംബത്തിന്റെ കയ്യേറ്റമുണ്ടല്ലോ. CPM-ന്റെ ഒരു പ്രവർത്തകനായ ഞാൻ ഇരിക്കേണ്ട കാര്യം എന്താ? സക്കറിയ ജോസഫിന്റെ കുടുംബത്തിന്റെ കയ്യേറ്റമുണ്ടല്ലോ. സക്കറിയ ജോസഫിന്റെ കുടുംബത്തിന്റെ കയ്യേറ്റമുണ്ടല്ലോ. ആ കയ്യേറ്റത്തെ തൊടുമ്പോൾ എന്തിനാണ് ഇത്ര പരിഭ്രാന്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരുന്നില്ല. എന്തുകൊണ്ടാണ് എന്നാ പിന്നെ ആർജവത്തോടുകൂടി ആ കയ്യേറ്റങ്ങൾ മുഴുവൻ ഒഴിപ്പിക്കാം, പരിശോധിക്കാം എന്ന നിലപാട് ഒരാളും എടുക്കാത്തതിന്റെ? അങ്ങനെ തൊടുമ്പോഴൊന്നും അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ അവതരിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഞാനല്ല, അദ്ദേഹത്തെ സ്നേഹസമ്പന്നനായ ജ്യേഷ്ഠ സഹോദരനായി കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ MM മണി സക്കറിയ ചേട്ടൻ എന്ന് വിളിക്കുന്നത്. എനിക്കറിയില്ല സക്കറിയ ജോസഫിനെ. അവര് നിയമലംഘനം കാണിച്ചെങ്കിൽ MM മണി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമൊന്നുമല്ല CPM തീരുമാനമെടുക്കുന്നത്. MM മണിയോട് ചോദിച്ചിട്ട് മതി ഇനി ഒഴിപ്പിക്കലെന്ന് പറഞ്ഞത് ആരാണ്? അങ്ങനെ ഒരു തീരുമാനം ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ഇന്നലെ ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്തില്ല. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ. ഔദ്യോഗിക പ്രസ്താവന പങ്കെടുത്തതാണ്. ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തില്ല. മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ. ശരി, ഒറ്റ സെക്കൻഡ്. ശ്രീ ഹരീഷ് വാസുദേവൻ, മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഈ ഉദ്യോഗസ്ഥരും ഇരുന്ന ചർച്ചയിൽ മാധ്യമങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് വരുന്ന അപാകങ്ങൾ എന്തൊക്കെയാണ്? പറയൂ. ഞാൻ പുറത്തു നിന്ന് നോക്കുന്ന ഒരാളാണ്. ഇതിനകത്തുള്ള ഒരു ഇൻഫർമേഷനെയും എനിക്ക് ഇല്ല. ഇതിനുശേഷം ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ആരോടും ഞാൻ സംസാരിച്ചിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. റവന്യൂ മന്ത്രിയുടെ പരസ്യമായ പ്രസ്താവന എൻ്റെ നിർദ്ദേശപ്രകാരം, ഈ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ ഒഴിപ്പിക്കൽ നടന്നത്, കുരിശു പൊളിച്ചത്. അതിനുശേഷവും റവന്യൂ മന്ത്രി ആവർത്തിച്ചു. മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം നടത്തിയ യോഗത്തിൻ്റെ രത്നചുരുക്കം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പിലും വന്നിരിക്കുന്നത് ഉദ്യോഗസ്ഥർ സർക്കാരിനോട് ആലോചിക്കാതെ മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ച് കുരിശു പൊളിച്ചു, അത് തെറ്റാണ്. അതിന് പോയ നടപടി തെറ്റാണെന്നോ ദൃശ്യമാധ്യമ പ്രവർത്തകരെ വിളിച്ചത് തെറ്റാണെന്നോ അല്ല അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അവിടെ നടത്തിയത് സർക്കാരിൻ്റെ അറിവില്ലാതെ ചെയ്ത പ്രവൃത്തിയാണെന്നാണ്. അതാണ് ഞാൻ ചോദിച്ചത്. സർക്കാർ എന്നാൽ റവന്യൂ മന്ത്രി പെടുമോ? ഉണ്ടെങ്കിൽ റവന്യൂ മന്ത്രി അറിഞ്ഞിട്ടുണ്ട്. ആ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഇവിടെ ഈ ചർച്ചയിൽ തന്നെ പറയുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഇതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, 144 പ്രഖ്യാപിച്ചത് സർക്കാർ അറിയാതെയാണ്. ഇങ്ങനെ ചെയ്താൽ ഉദ്യോഗസ്ഥർ ഇനി ഈ സർക്കാരിൻ്റെ ഭാഗമായി ഉണ്ടാകില്ല എന്ന് പറയുന്നു. റവന്യൂ മന്ത്രി അറിഞ്ഞുകൊണ്ട് നടന്ന 144 പ്രഖ്യാപനം ഇനി അല്ലെങ്കിൽ തന്നെ 144 പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട്. മുഖ്യമന്ത്രി ഇതിൽ കൈകടത്തുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചേർന്ന യോഗത്തിൻ്റെ പൊതു തീരുമാനം, ഞാൻ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി പറയുകയല്ല, മുഖ്യമന്ത്രിയും ശ്രീ MM മണിയും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനമാണ് പുറത്തു വരുന്നത്. മൂന്നാമത്തെ തീരുമാനമാണ് ശ്രീ MM മണി ആ ജില്ലയിലെ മന്ത്രിയാണ്. ആ ജില്ലയിലെ ജനപ്രതിനിധികളുമായും മന്ത്രിയുമായും ആലോചിക്കാതെ പരിസ്ഥിതി പ്രവർത്തകരോടും മതമേലധ്യക്ഷന്മാരോടും ചർച്ച ചെയ്ത് സമവായത്തിലെത്താതെ പിന്തുണയില്ലാതെ ഇനി കയ്യേറ്റം ഒഴിപ്പിക്കരുത്. സക്കറിയായുടെ മുഴുവൻ രേഖകളും കയ്യേറ്റ രേഖകളും നിലനിൽക്കുമ്പോൾ ഇനി എന്തിനാണ് ചർച്ച? ശ്രീ ബി പ്രസാദ്, ഒഴിപ്പിക്കാൻ പറ്റുമോ? ഇവിടെ റവന്യൂ വകുപ്പിന്റെ കയ്യിൽ ഏത് റിപ്പോർട്ടാണ് ഇല്ലാത്തത്? എത്ര കാലത്തെ റിപ്പോർട്ട് വേണം? റിപ്പോർട്ടുകളുണ്ട്, അന്വേഷണ റിപ്പോർട്ടുകളുണ്ട്, നടപടി എടുത്താൽ മാത്രം മതി. എന്തുകൊണ്ട്? ഇതൊക്കെ പട്ടയമുള്ള ഭൂമിയാണോ? അല്ല. ഇതിനകത്ത് ഇവിടെ കയ്യേറ്റം ഒഴിപ്പിക്കണം എന്ന കാര്യത്തിന് തർക്കമൊന്നുമില്ല.
അവിടെ സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒഴിപ്പിക്കാൻ പാടുള്ളൂ എന്നെങ്ങും തീരുമാനിച്ചിട്ടില്ല. സർവകക്ഷി യോഗം ചേരണം, മതസംഘടനയുടെ നേതാക്കന്മാരുടെ യോഗം ചേരണം, മാധ്യമപ്രവർത്തകരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും എല്ലാം യോഗം ചേരണം എന്ന ആലോചനയും ധാരണയും ഉണ്ടായിട്ടുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി യോഗം ചേർന്നപ്പോൾ എടുത്തിട്ടുള്ള ധാരണയാണ്. ആ ധാരണ എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഈ കയ്യേറ്റം ഒഴിപ്പിക്കാൻ പോകാം എന്നല്ല. അതിനോട് ആർക്കും അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവരുടെ ആ തരത്തിൽ ഉണ്ടാവുകയുമില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നാൽ നിയമപരമായ കാര്യം തന്നെയാണ്. ഇതിനകത്ത് ഈ കാര്യത്തിനകത്ത് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഈ കാര്യം വിശദീകരിക്കാൻ യോഗങ്ങൾ ചേരുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായവും ഞങ്ങൾക്കുണ്ട്. അതിനനുസരിച്ച് ഇവിടെ നേരത്തെ ഹരീഷ് വാസവ് പറഞ്ഞതുപോലെ നാളെ MM മണിയുമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ അവിടുത്തെ ഒഴിപ്പിക്കൽ നടത്താൻ പാടുള്ളൂ എന്ന കാര്യം അങ്ങനെ ഒരു രേഖപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ നടക്കുകയും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ ഒഴിപ്പിക്കലുണ്ടാവും. നിരവധിയായ റിപ്പോർട്ടുകളുണ്ട്. 2017 ജനുവരി മാസം 5-ാം തീയതി ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട്, ജില്ലയിലെ പോലീസ് മേധാവി ഈ സബ് കളക്ടർക്ക് കൊടുത്ത റിപ്പോർട്ടുണ്ട്. അവിടുത്തെ അനധികൃതമായി പണി കഴിപ്പിച്ചിരിക്കുന്ന റിസോർട്ടുകളുടെ ഫോട്ടോസ് ഉൾപ്പെടെ വെച്ചിട്ടാണ് ജില്ലാ പോലീസ് മേധാവി ഒഴിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശങ്ങളിൽ ഈ കെട്ടിടങ്ങൾ കെട്ടിയതിനെക്കുറിച്ചും അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാവാൻ പോകുന്നതെന്നും ചൂണ്ടിക്കാണിച്ചുള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ടുണ്ട്. ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. മൂന്നാറിൻ്റെ പാരിസ്ഥിതികമായ പ്രത്യേകത, വെറുതെ പരിസ്ഥിതി എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നതല്ല, പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകത എല്ലാ കാലത്തെക്കാട്ടിലും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ. അപ്പോൾ ഈ റിപ്പോർട്ടിലെല്ലാം ഉള്ള സാഹചര്യത്തിൽ അവിടെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന കാര്യത്തിൽ ഇനി ഒരു മാറ്റിവെക്കാൻ പറ്റുകയില്ല. ആ നടപടികളുമായി ഗവൺമെന്റ് മുമ്പോട്ടേക്ക് പോയി. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, സംശയം വേണ്ട, ഒന്നിനും ഫ്രീസ് ചെയ്യാൻ സമ്മതിക്കുകയില്ല. അടുത്ത ദിവസങ്ങൾ മുതൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ കഴിയും ഈ നടപടിക്രമങ്ങളുമായി തന്നെ മുമ്പോട്ടേക്ക് പോകും ഈ ഗവൺമെന്റ്. റൈറ്റ്, ഇത് വളരെ ലളിതമല്ലേ ശ്രീ KN ബാലഗോപാൽ? നിയമം ലംഘിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലി ചെയ്താൽ മാത്രം മതി. അതിന് സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. 4 കാലിൽ പോകേണ്ടി വരുമെന്ന് ഭീഷണി മുഴക്കിയത് നിങ്ങളുടെ പാർട്ടിയുടെ MLA ആയതുകൊണ്ടാണ് CPIM-നോട് ടഫായി ചോദിക്കേണ്ടി വരുന്നത്. ഭൂസംരക്ഷണ നിയമപ്രകാരം ഒരു റവന്യൂ ഉദ്യോഗസ്ഥന് സ്വീകരിക്കാൻ സാധിക്കുന്ന നടപടികൾ മൂന്നാറിൽ സബ് കളക്ടർക്കും കളക്ടർക്കുമൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ഏറ്റവും ലളിതമായ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? യാതൊരു സംശയവുമില്ല, നിയമം അനുസരിച്ചാണ് മുന്നോട്ട് പോകാം. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോണം. S. രാജേന്ദ്രൻ എന്ന് പറയുന്ന MLA-ക്ക് 8 സെന്റ് സ്ഥലം അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും പ്രോപ്പറായ റെക്കോർഡൊന്നുമില്ല. വേണമെങ്കിൽ കയ്യേറ്റമാണെന്നോ കുടിയേറ്റമാണെന്നോ ഒക്കെ പറയാം. S. രാജേന്ദ്രൻ്റെ അപ്പൂപ്പൻ അവിടെ തമിഴ് വംശജനാണ്. ഇവര് അവിടുത്തെ ഒരു തോട്ടത്തിലെ തൊഴിലാളിയായിട്ട് വന്നതാണ്. 3ാം ജനറേഷനാണ് S. രാജേന്ദ്രൻ. S. രാജേന്ദ്രനെ പോലെ നിരവധി ആളുകൾക്ക് 8 സെന്റും 5 സെന്റും 3 സെന്റും അല്ലെങ്കിൽ 10 സെന്റും ഒക്കെ ഉള്ള കുറെ ആളുകളുണ്ട്. ആ ഇക്ക കോളനി എന്ന് പറയുന്ന മൂന്നാർ ടൗണിലെ ഇക്ക കോളനിയും ഒരു 10, 30, 40 വർഷമായിട്ട് അല്ലെ അതിലധികം വർഷമായിട്ട് അവിടെ താമസിക്കുന്ന അവർക്ക് രേഖയില്ല. അങ്ങനെയുള്ള ആളുകളെ ഒഴിപ്പിക്കാൻ ചെല്ലാൻ പറ്റില്ല, അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ഈ കൊല്ലം ജില്ലയിലെടുത്താൽ, ഇവിടെ അങ്ങ് കിഴക്കൻ മേഖല എടുത്താൽ റെയിൽവേ പുറമ്പോക്കിലും കനാൽ പുറമ്പോക്കിലും കാടിന്റെ പുറമ്പോക്കിലും, കാടിന്റെ പുറമ്പോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ പിന്നെ വലിയൊരു, എനിക്ക് മനസ്സിലായി, അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. ശ്രീ KN ബാലഗോപാൽ, S. രാജേന്ദ്രന്റെ 8 സെന്റിനെ കുറിച്ച് തർക്കമില്ല. S. രാജേന്ദ്രനെ പോലെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഈ പാരമ്പര്യമായി തമിഴ് വംശജരായിട്ടോ അല്ലാഞ്ഞിട്ടോ ഒക്കെ ഉള്ള ഈ പരമ്പരാഗതമായി അവിടെ താമസിച്ചു വരുന്ന ആളുകൾക്ക് രേഖയില്ലെങ്കിലും പ്രശ്നമില്ല. ഞാൻ ചോദിച്ചത് വൻകിട കയ്യേറ്റങ്ങളെ കുറിച്ചാണ്. അവരെ ഒഴിപ്പിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളത് മാത്രമേ തർക്കമുള്ളൂ. അല്ലെങ്കിൽ സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ പ്രശ്നമുള്ളൂ. അതെ, അല്ല, അത്തരം കയ്യേറ്റങ്ങൾ, അത് കയ്യേറ്റങ്ങളാണെങ്കിൽ തന്നെ പ്രശ്നമില്ല, വിട്ടേക്കൂ. നിങ്ങൾ വൻകിടക്കാരെ ഒഴിപ്പിക്കുമോ? ഈ വെള്ളൂക്കുന്നേക്കാരൊക്കെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയത് ഒഴിപ്പിക്കുമോ? അതൊഴിപ്പിച്ച് കാണിക്കൂ സർക്കാർ. അതൊഴിപ്പിച്ച് കാണിക്കുമ്പോൾ അഭിനന്ദിക്കാം ഈ സർക്കാരിനെ. അതൊഴിപ്പിച്ച് കാണിക്കുമ്പോൾ ഹൃദയത്തിൽ കൈചേർത്ത് വെച്ച് അഭിനന്ദിക്കാം നിങ്ങളുടെ സർക്കാരിനെ. വളരെ നന്ദി ശ്രീ KN ബാലഗോപാൽ, ശ്രീ P. പ്രസാദ്, ശ്രീ ഹരീഷ് വാസുദേവൻ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീമതി CS സുജാത ചർച്ചയിൽ പങ്കെടുത്തത്.